പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്നോടെ നോക്കട്ടെ. ആ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവേ, കർമ്മേൽ ഗ്രൂപ്പിനെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നവരും പാടുന്നവരും എല്ലാം ദൈവമേ, അവരുടെ നാവോടുകൂടി എൻ്റെ അപ്പായുടെ ആത്മാവ് കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നാവിന്മേലും എൻ്റെ അപ്പായുടെ തീ ഇറങ്ങണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പ്രബോധനങ്ങളൊക്കെ കേൾക്കുവാനും പാട്ടുപാടാനും ഒക്കെ എൻ്റെ ദൈവം ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പെണ്ണമാമച്ചി പാടിക്കോ. അല്ല, ആശ സിസ്റ്ററെ പാട്ട് പാടി തുടങ്ങിക്കോ. ആ, എന്നാ ഇഷ്ടമുള്ള ആരാന്ന് വെച്ചാ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. മൈക്ക് ഓഫ് ചെയ്യമ്മ. പാട്ട് പാടാം മോളെ. പാട്ട് പാടിക്കോ. നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് നീ നല്ല നേരം കർത്താവ് നമ്മള് പ്രാർത്ഥിക്കുവാനും പാടുവാനും തന്നെ നല്ല സാന്നിധ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന നീതിയുത്തരമായ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ചായി നല്ല സമയം കർത്താവിനെ സ്തുതിക്കാനായി കർത്താവ് അടിയങ്ങൾക്ക് തന്ന വലിയ സാന്നിധ്യത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. ഇതിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു ദുഷ്ടശക്തിയും കർത്താവ് ഞങ്ങളുടെ ആരാധനയ്ക്ക് എതിരായി വരുവാനോ ഞങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമായി വരുവാനോ ദൈവം കർത്താവ്. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്ന മന്ത്രിയാണല്ലോ അപ്പ. ദൈവം ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇതിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെ കുടുംബമായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയന്റെ പ്രാർത്ഥനയ്ക്ക് പാട്ടിലെ എല്ലാ ദൈവത്തിന്റെ കൃപയെ സാന്നിധ്യം കൂടിയിരുന്നതിനായി സ്തോത്രം. യേശോപ്പൻ അടിയന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടതിനായി സ്തോത്രം. യേശോപ്പന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമുക്കറിയാവുന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിരട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിരട്ടെ. നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൻ കാവലുണ്ട്,
സർവാധികാരിയിൻ കരുതലുണ്ട്. സേനായി കാവലുണ്ട്. സർവാധികാരിയിൻ കരുതലുണ്ട്. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം. മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം. മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല നാം, ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കയില്ല. ബാധയൊന്നും വീടിനടുക്കയില്ല. ഭാവിക്കയില്ല. ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനുരക്ഷാ. കുഞ്ഞാട്ടിൻ രക്തം എൻ വീടിനു മുദ്ര.
praise you, Lord. We praise you, Lord. We praise your name, Jesus. Hallelujah, hallelujah. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഈ നല്ല നേരം കർത്താവ് ഞങ്ങളെ കരുതിയല്ലോ അപ്പാ. ഒന്നുമില്ലായ്മയിലും ഞങ്ങൾ ഇത്രത്തോളം ഉയർത്തിയ ദൈവിക സാന്നിധ്യത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. യോഗ്യനല്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം ഉയർത്തിയല്ലോ അപ്പാ. കഴിവല്ല, പുകഴ്ചയല്ല, ദൈവത്തിന്റെ കൃപയാണല്ലോ. ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. ഹല്ലേലൂയ. നീ എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ നാഥ. അപ്പാ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ യേശുപ്പ. യേശുപ്പ, ഞാൻ എന്നെ ഓർത്ത നല്ല കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു യേശുപ്പ. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിനാണതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിനാണതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ നിൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ നിൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ,
നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ നിഗ്രഹമെന്തുള്ളൂ. നീ എന്നെ ഓർക്കുവാൻ നിഗ്രഹമെന്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ആന്റി ദേവദാസി ആന്റി ഗ്രേസി ആന്റീനെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ആന്റി കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലുള്ള എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. അടുത്തതായി സംഗീതം പ്രബോധിപ്പിക്കാൻ രശ്മിയെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം. താങ്ക് യു മോളെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു അബണ്ടൻലി. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കർമ്മൽ ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാനും വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം കടന്നു പോകുന്ന 37-ാം സങ്കീർത്തനത്തിലേക്കാണ്. വളരെ വലിയൊരു സങ്കീർത്തനമാണ്. നമ്മളുടെ മുന്നിൽ സമയം വളരെ പരിമിതമാണ്. ഏകദേശം 40 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ഇതിന്റെ തലക്കെട്ടിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന്. ഈ സങ്കീർത്തനം വേദപണ്ഡിതന്മാർ പറയുന്നത് ദാവീദ് തന്റെ വാർദ്ധക്യ സമയത്ത് ഹല്ലേലൂയ എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് ഗോല്യാത്തിനെ നേരിടുമ്പോൾ ദാവീദ് ബാലനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 2 ശമൂവേൽ 5-ാം അധ്യായം 4-ാം വാക്യത്തില് ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നെന്നും അവൻ 40 സംവത്സരം ഇസ്രായേലിനെ വാണു എന്നൊക്കെ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഏകദേശം ഈ സങ്കീർത്തനം എഴുതിയ സമയത്ത് ദാവീദിന് 70 വയസ്സായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ദാവീദ്, ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ് തന്റെ ജീവിതത്തിലെ ഏറ്റവും അനുഭവത്തിലൂടെ, തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ തനിക്ക് മനസ്സിലായ ചില അനുഭവ സമ്പത്തുകളാണ് ഈ വേദവാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ 37-ാമത്തെ സങ്കീർത്തനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ സങ്കീർത്തനം, ഈ 40 വാക്യങ്ങളുള്ള സങ്കീർത്തനം നാം ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസമാണ് നാം ഇതിൽ മനസ്സിലാക്കുന്നത്. ദുഷ്ടന്മാരും നീതിമാന്മാർക്കും വരുന്ന നീതിമാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ദുഷ്ടന് എങ്ങനെയാണ് അവന്റെ സ്വഭാവ രീതികളെ കുറിച്ചും ഒക്കെ ഉള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഒന്നാമതായിട്ട് നാം ഈ സങ്കീർത്തനങ്ങളെ 3 ഭാഗങ്ങളായിട്ട് വായിക്കുമ്പോഴും ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എടുത്ത് പഠിക്കാം. ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. അതിന്റെ 2-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നു ഇപ്രകാരം: ദുഷ്ടന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടന്റെ പ്രവൃത്തികൾ എപ്രകാരമാണെന്ന് 2-ാം വാക്യം പറയുന്നു. അവൻ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 9-ാം വാക്യത്തിലേക്ക് പോകുമ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട് ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ 12-ാം വാക്യത്തില് ദുഷ്ടനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നവനാണ്. അതുപോലെ വീണ്ടും നമ്മള് 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്നു, എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാൻ ദുഷ്ടന്മാർ വാൾ ഊരി വില്ല് ഉലച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ദുഷ്ടനെ കുറിച്ച് 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും. അതിന്റെ 20-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാർ നശിച്ചു പോകുന്നു. അതുപോലെ 21-ാം വാക്യത്തിൽ ദുഷ്ടനെ കുറിച്ച് എഴുതിയേക്കാണ്, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല. അതുപോലെ മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ 32-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്, ദുഷ്ടൻ നീതിമാനായി പതിയിരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു. അതുപോലെ 35-ാമത്തെ വാക്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അതേപോലെ നാം മുന്നോട്ട് വായിക്കുമ്പോൾ 38-ാം വാക്യത്തിലുണ്ട്, ദുഷ്ടന്മാരുടെ സന്താനം ഛേദിക്കപ്പെടും. ഇവിടെയെല്ലാം ഈ പറഞ്ഞ വാക്യങ്ങളിലെല്ലാം നാം വായിക്കുന്നത് ദുഷ്ടന്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടനെ കുറിച്ചുള്ള അവന്റെ പ്രവൃത്തികളെയാണ് നാം വായിച്ച് മനസ്സിലാക്കിയത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം.
35 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നത് സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമക്കളായ പലരെയും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവത്തെ സേവിക്കുന്നവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും ഉപവസിക്കുന്നവരെക്കാളും ഒരു പടി ഭൗതികമായ നന്മകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും ദുഷ്ടന്റെ കരത്തിലാണ് കൂടുതൽ, അവരാണ് കൂടുതലായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ നാം നോക്കുമ്പോൾ അവര് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ദുഷ്ടന്മാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾ ദൈവത്തെ സേവിച്ചിട്ട് നമുക്കൊരു അനുഗ്രഹം ഇല്ലല്ലോ, നമുക്കെന്നും കഷ്ടപ്പാടേ ഉള്ളൂ, നമുക്കെന്നും പ്രയാസമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്ന സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദുഷ്ടന്റെ തഴച്ചു വളർച്ച സ്വദേശികമായ പച്ചവൃക്ഷം പോലെയാണ്. അതായത് നമ്മളുടെ നാട്ടിൽ ഇപ്പൊ മലയാളികൾക്കറിയാം, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തെങ്ങാണ് നല്ല സ്വദേശികമായ ഒരു പച്ചവൃക്ഷം. തെങ്ങ് നട്ടാൽ ഏത് സ്ഥലത്ത് കൊണ്ട് നട്ടാലും അത് വളർന്ന് നല്ല രീതിയിലുള്ള ഫലം നമുക്ക് തരും. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെടി നമ്മൾ കൊണ്ടുവന്ന് പറിച്ചു നടുകയാണെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടും. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളൊക്കെ പ്രവാസികളായിട്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. നാട്ടിൽ നമ്മൾ ഒരു വർഷം പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഒരു മാങ്ങേന്റെ അടുത്ത് എറിയുന്നതായിരിക്കും. പക്ഷെ പിറ്റേ വർഷം ചെല്ലുമ്പോൾ അതൊരു മാവായിട്ടോ അല്ലെ മാവിന്റെ തൈയായിട്ടൊക്കെ വളർന്നു നിൽക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം. അതാണ് സ്വദേശികമായ പച്ചവൃക്ഷം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഹാർഡ് വർക്ക് ഒന്നും നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല. അത് സ്വാഭാവികമായിട്ട് നാച്ചുറലി അത് വളർന്ന് ഫലം തരും. എന്നാൽ ഇവിടെ ഇതുപോലെയാണ് ദുഷ്ടൻ പ്രബലപ്പെടുന്നത്. അതിന് പ്രത്യേകമായ ഹാർഡ് വർക്ക് ഒന്നും ഇല്ല, അത് സ്വാഭാവികമായി വളർന്നു വരും. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. ദുഷ്ടന്മാർ പെട്ടെന്ന് തഴച്ചു വളരുകയും ചെയ്യും, അതുപോലെ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. ദൈവമക്കളായ നമ്മുടെ വളർച്ചയും അഭിവൃദ്ധിയും ഒക്കെ പതിയെ പതിയെ ആയിരിക്കുമെങ്കിലും നമ്മൾക്ക് ദൈവം നിലനിൽക്കുന്ന ഒരു ഫലമായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് ദുഷ്ടൻ തഴച്ചു വളരുന്നത് കണ്ടുകൊണ്ട് നമ്മൾ വേദനിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ വളർച്ചയും നമ്മളുടെ അഭിവൃദ്ധിയും നമ്മളുടെ നന്മയും ഒക്കെ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും നമ്മൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഫലമായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ഇനി നമ്മൾ നീതിമാന്റെ ഈ സങ്കീർത്തനം നമ്മൾ എടുത്തു വായിക്കുന്നത് ഒരുപാട് 40 വാക്യങ്ങളുള്ള സങ്കീർത്തനമായതുകൊണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതിനകത്ത് രണ്ടാമത്തെ ആദ്യം നമ്മൾ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വ്യത്യാസമാണ് ആ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. അടുത്തത് നീതിമാന്റെ മേന്മകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പറയുന്നു, നീതിമാന് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ മേന്മകൾ എന്താന്ന് വെച്ചാൽ, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. അപ്പോൾ നമ്മുടെ നീതിയെ പ്രഭാതം പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. നമ്മൾ നീതിയോടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ ദുഷ്ടൻ തഴച്ചു വളർന്നോട്ടെ, നമ്മൾ ഭാരപ്പെടേണ്ട. ഏത് ദുഷ്ടതയിലും ഏത് അന്ധകാരത്തിലും നമ്മുടെ നീതിയെ പ്രകാശം പോലെ നന്നായിട്ട് പ്രഭാതം പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിന്റെ 16-ാം വാക്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ നമുക്ക് നീതിമാന് കൊടുത്തിരിക്കുന്ന ഒരു നന്മയാണ്, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. നീതിമാന്റെ കൈവശം നന്മ അല്പമാണെങ്കിലും അത് ഏറ്റവും നല്ലതായിരിക്കുമെന്നാണ്. ദുഷ്ടന്മാരുടെ അനേക സമ്പത്തിനേക്കാളും നീതിമാന്റെ കരങ്ങളിലുള്ള അല്പ നന്മ ഏറ്റവും നന്നായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 18-ാം വാക്യത്തില് യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. നീതിമാന് ദൈവം വെച്ചിരിക്കുന്ന മേന്മ എന്താണ്? ശാശ്വതമായ അവകാശമാണ്. ഈ ഭൂമിയിൽ അല്പസമയം നമുക്ക് ലഭിച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി നമുക്ക് ലഭിക്കുന്ന നന്മകളോ അനുഗ്രഹങ്ങളോ അല്ല ദൈവം നമുക്ക് തരുന്നത് ശാശ്വതമായ അവകാശമാണ്. അതാരും നമ്മളിൽ നിന്ന് എടുത്തു കളയുവാനോ ദുഷ്ടന് അത് നശിപ്പിച്ചു കളയാനോ കഴിയത്തില്ല. എന്നാൽ ദുഷ്ടൻ സ്വാദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു വളരുമെങ്കിലും പിന്നത്തേതിൽ നാം ചെല്ലുമ്പോൾ അവനെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നീതിമാന്റെ അവകാശം ശാശ്വതമായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ പറയുന്നു. 21, 26 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നീതിമാൻ കൃപാലുവായി ദാനം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരിച്ചു കൊടുക്കത്തില്ല. എന്നാൽ നീതിമാന്റെ ഒരു പ്രത്യേകതയാണ്, അവൻ എന്ത് ചെയ്യുന്നു? നീതിമാൻ കൃപാലുവായി ദാനം ചെയ്യുന്നു.
അവൻ 26-ാം വാക്യത്തിലും പറയുന്ന കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീതിമാന്റെ സന്തതി എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ദുഷ്ടന്റെ സന്തതി ഛേദിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 29-ാം വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അപ്പൊ ഭൂമിയുടെ മേലുള്ള അവകാശം ദൈവം ആർക്കാണ് കൊടുക്കുന്നത്? ദുഷ്ടന്റെ കരങ്ങളിലല്ല കൊടുക്കുന്നത്, നീതിമാന്റെ കരങ്ങളിലാണ്. ആ ശാശ്വതമായ അവകാശം ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിപ്പാനാണ് ദൈവം നീതിമാനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. 37-ാം വാക്യത്തില് ഇപ്രകാരം എഴുതിക്കുന്നു, നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെയും നീതിമാന്റെ മേന്മകളെ കുറിച്ചാണ് ദൈവം ഇവിടെ എഴുതി വെച്ചത്. നീതിമാന്റെ അവകാശങ്ങൾ ശാശ്വതമായിരിക്കും, നീതിമാന് സമാധാനം ഉണ്ടായിരിക്കും, നീതിമാന്റെ നന്മകൾ എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും. എന്നാൽ ദുഷ്ടൻ സ്വാദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു വളരുമെങ്കിലും ചില നിമിഷങ്ങൾക്ക് ശേഷം പിന്നെ അവൻ നിൽക്കുന്ന ഇടത്ത് നോക്കിയാൽ അവനെ നമുക്ക് കാണുവാൻ പോലും കഴിയത്തില്ല എന്ന് ഈ വചനത്തിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകും. മൂന്നാമതായിട്ട് നാം ഈ സങ്കീർത്തനത്തെ ഒന്ന് തിരിച്ചു പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് ഈ ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? അസൂയപ്പെടാൻ പാടില്ല, മുഷിയാൻ പാടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? 2-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. ഇങ്ങനെ വാടിപ്പോകുന്നവരോട് നമ്മൾ മുഷിയേണ്ട കാര്യമില്ല, അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് അല്പനേരത്തേക്ക് മാത്രം നമ്മളോട് ദുഷ്ടത കാണിച്ചാലും അല്പസമയം കഴിയുമ്പോൾ അത് തനിയെ നശിച്ചു പോകും. അത് നശിക്കുവാൻ വേണ്ടി നമ്മൾ അതിനോട് അസൂയപ്പെട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ മുഷിഞ്ഞൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് അവിടെ പറയുകയാണ്, നാം എന്താണ് ചെയ്യേണ്ടത്? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഇപ്പോൾ അസൂയപ്പെടരുത്, മുഷിയരുതെന്നൊക്കെ ദൈവാത്മാവ് നമ്മളോട് പറയുമ്പോൾ അപ്പോൾ തന്നെ കർത്താവ് നമ്മളോട് പറയാണ് നാം എന്താണ് ചെയ്യേണ്ടത്? യഹോവയിൽ ആശ്രയിച്ച് നാം നന്മ ചെയ്യണം. നാം നന്മ ചെയ്യുന്നവരായിരിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം, യഹോവയിൽ തന്നെ രസിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വതവേ ദൈവം നമുക്ക് നൽകി തരുമെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5-ാം വാക്യം പറയാണ്, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അപ്പോൾ നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മുടെ അസൂയപ്പെടാൻ പോണ്ട, നമ്മുടെ ശത്രുവിനോട് മുഷിയുവാൻ പോകണ്ട. നമ്മളുടെ ഭാരങ്ങളുടെ യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് അവനിൽ തന്നെ നാം രസിച്ച് നാം വിശ്വസ്തയോടെ നിന്ന് ദേശത്ത് പാർക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നൽകി തരുമെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ശക്തമായിട്ട് ദൈവാത്മാവ് നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും പ്രയാസത്തിലൂടോ ബുദ്ധിമുട്ടിലൂടോ ദുഷ്ടന്റെ പ്രവൃത്തി മൂലം ഭാരപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, നാം അസൂയപ്പെടണ്ട, മുഷിയണ്ട, നമ്മളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ച് ദേശത്ത് പാർത്ത് നന്മ ചെയ്ത് വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ആഗ്രഹങ്ങളെ നൽകി തരുവാൻ യഹോവ ശക്തനായ ദൈവമെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം. സങ്കീർത്തനത്തിൽ കൂടി നല്ല പ്രബോധനങ്ങൾ നൽകി ആശ്വസിപ്പിച്ച രശ്മി സിസ്റ്റർക്കായി സ്തോത്രം. അടുത്തത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർമ്മേൽ ഗ്രൂപ്പിനെ എല്ലാം വഹിച്ചുകൊണ്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഗ്രേസി സിസ്റ്റർ ആണോ അതോ മറ്റുള്ളവർ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഉണ്ടോ? അതുപോലെ ആ സിസ്റ്റർ ഒരു വിഷയം കൂടെ ഉണ്ട്. രശ്മി സിസ്റ്റർക്ക് ഒരു വിഷയമുണ്ട്, പ്രാർത്ഥനാ വിഷയം. അത് മീറ്റിങ്ങിന് തുടക്കുമ്പോഴത്തേ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രശ്മി സിസ്റ്റർ ആ വിഷയം ഒന്ന് പറഞ്ഞുതരാം ആരംഭത്തിൽ. ആന്റി, നമ്മൾ ഇവിടെ ബോംബെയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലാറ്റിന് വേണ്ടി നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മെയിലേക്ക് പണി തീർത്ത് ചാവി തരുമെന്ന് അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇതുവരെയായിട്ട് അതിന്റെ പണിയും കാര്യങ്ങളും ഒന്നും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല.
നമ്മൾ നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി അവരുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അത് ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയാണ്. സമയത്തിന് രജിസ്ട്രേഷൻ ചെയ്യത്തില്ലെന്നും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒരു എന്ത് പറയുന്നത് തടസ്സമായിട്ട്, അതായത് ഒരു കാര്യങ്ങളെ ഡിലേ ചെയ്യുന്ന രീതിയിൽ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ കൃപയാല് ഈ മാസത്തിൽ അതിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടിയും വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓപ്പോസിറ്റ് നോക്കുന്ന ആളിന് വേണ്ടിയിട്ട് ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും എതിർവശത്തിരിക്കുന്ന ആളിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. നമുക്ക് ആരുടെയും വിഷയം അറിയത്തില്ലെങ്കിലും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നേ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിലുള്ളപ്പൻ്റെ കരുതലിനും രാവിലെയുള്ളപ്പൻ്റെ വിശ്വസ്തതയ്ക്കും കർത്താവ് എത്ര നന്ദി പറയണപ്പാ. സംഭവബഹുലമായ ഒരു പകൽക്കാലം ജീവിതത്തിൽ കടന്നുപോയി കർത്താവേ. എന്തെല്ലാം അനർത്ഥങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ആയുസിനായി ആരോഗ്യത്തിനായി സൗഖ്യത്തിനായി ബലത്തിനായി കോടാനുകോടി കോടാനുകോടി സ്തോത്രം സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം കർത്താവേ. അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകയാൽ ഇന്ന് രാത്രി കാലത്തെ ഞങ്ങളുടെ കൂടിവരവ് കർത്താവേ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാടിയ പൈതലിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയ പൈതലിന് കൊടുത്തിരിക്കുന്ന കർത്താവേ നല്ല ശബ്ദത്തിനായി കോടാനുകോടി സ്തോത്ര. ലോക രാജ്യങ്ങളെല്ലാം അറിയപ്പെടുന്ന നിലവാരത്തിൽ പൈതൽ പാടുവാൻ കർത്താവ് സഹായിക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി കോടാനുകോടി സ്തോത്രം 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 കർത്താവേ. അപ്പാ നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനം പ്രബോധിപ്പിച്ച രശ്മിശ്ര കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴിയെ യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവന് തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കുമെന്ന് ഇന്ന് രാത്രി കാലം കേട്ടല്ലോ പച്ച. കർത്താവേ, നിന്റെ മകളുടെ ഭാരമേറിയ വിഷയത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, ഞങ്ങൾക്ക് പലതും ഭാരമാണ്, ഞങ്ങൾക്ക് പലതും അസാധ്യമാണ് കർത്താവേ. ദുഷ്പ്രവർത്തിക്കാട് നിമിത്തം മുഷിയാതെ നീതികേട് പ്രവർത്തിക്കുന്നവരോട് അസൂയപ്പെടാതെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അപ്പൻ്റെ ഭാരങ്ങളിൽ ഏൽപ്പിക്കുവാൻ കർത്താവെ തകർന്നു ഞുറുങ്ങിയിരിക്കുന്ന ഹൃദയത്വമായി ദൈവസന്നിധിയിലായിരിക്കും ഇന്ന് രാത്രി. കർത്താവെ, ആ വിഷയത്തിന്മേലൊക്കെ അസാധ്യങ്ങളെ സാധ്യമാക്കി അത്ഭുതകരമായ ഒരു മറുപടി നിന്റെ മകളുടെ കരത്തിൽ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ അപ്പൊ യേശോവിനും യാക്കോബിനും മധ്യസ്ഥനായി നിന്നതുപോലെ സ്വർഗം നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി നാട്ടിലായിരിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട അവധിക്കാലം ചെലവഴിച്ച് മടങ്ങിപ്പോകുവാൻ സ്വർഗം സഹായിക്കണം. തലമുറകളെ ഏൽപ്പിക്കുന്നു. ശീലശ്രയ കുടുംബമായ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവേ. അപ്പാ, നിന്റെ ഭാരമേ എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്ത നീതിമാൻ ഒരു നാള് കുലുങ്ങിപ്പോകുവാൻ സമ്മതിക്കയില്ലെന്ന് പറഞ്ഞ കർത്താവേ. രാത്രി ആരാധന ലീഡ് ചെയ്യുവാൻ കൊടുത്ത കൃപയ്ക്കായി കോടാനുകോടി സ്തോത്ര. ദേശത്ത് നടക്കുന്ന കൂട്ടായ്മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം അപ്പാ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആശസ്ത്ര കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിലായിരിക്കുമ്പോൾ കർത്താവെ കൊടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി കർത്താവെ, എല്ലാ കൃപകൾക്കായി കൃപാവരങ്ങൾക്കായി സ്തോത്രം. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായിരിക്കുമ്പോൾ ദൈവമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം കർത്താവെ. തകർന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ, അമേരിക്കയുടെ പട്ടണത്തിൽ കർത്താവെ എൻ്റെ മകളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ മഞ്ഞും മഴ അയക്കണമേ കർത്താവെ. അപ്പാ, എൻ്റെ കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ആ വിസയൊക്കെ നീട്ടി ലഭിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. തലമുറകളെ 3 പേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് കയറിയ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുഞ്ചുവൈദങ്ങളെല്ലാം രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സന്തോഷ് ബ്രദറിനെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ മണ്ണിൽ കർത്താവിൻ്റെ മകൻ ഏകനായി നിൽക്കുമ്പോൾ കർത്താവെ, സാഹചര്യമൊക്കെ അനുകൂലമാക്കി ആരാധന ആദ്യോടന്ത വിരിപ്പാനൊക്കെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം.
കർത്താവെ മനുഷ്യ കുടുംബവും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു, എണ്ണച്ചാനെ ഏൽപ്പിക്കുന്നു, തലമുറകളെ രണ്ടുപേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. നിവ്യയ്ക്ക് നല്ലൊരു റിസൾട്ട് കൊടുത്ത് മാനിക്കാൻ പോകുന്ന വിശ്വസതയ്ക്കായി സ്തോത്രം. കർത്താവെ വേഗത്തിൽ അവൾക്കൊരു ജോലിയൊക്കെ കൊടുക്കണം. പിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒളിമാം കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ 3 പേരെ ഏൽപ്പിക്കുന്നു. പിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. പ്രിയ മാതാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ അപ്പാ ഇല്ലാത്തതിനുള്ളതുപോലെ സൃഷ്ടിക്കുന്ന കർത്താവെ, ആ ലങ്സിന്റെ ബുദ്ധിമുട്ട്, ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി പൂർണ്ണാരോഗ്യം, പൂർണ്ണ സൗഖ്യം ഒക്കെ കൊടുക്കണം. വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചും ഇരുപ്പാൻ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ഒരിക്കലും നഷ്ടമായി പോകുകയില്ലല്ലോ കർത്താവെ. അപ്പച്ചാന്നിന്റെ മകൾ കൊടുത്ത വിടുതലിനായി കോടാനുകോടി സ്തോത്രം കർത്താവെ. മാത്യു ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മകൻ ദൈവസന്നിധി ഇരിക്കുന്ന എന്തൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളാണെന്ന് കർത്താവിനും അറിയാമല്ലോ അപ്പച്ച. എന്റെ മകന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകണമേ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി ഭർത്താവിന്റെ നാമം മഹത്വമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലി സിസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ കർത്താവെ, ആ മണ്ണിന്മേലുള്ള ബാധിക്കുന്ന എല്ലാ പോരുകളും എന്റെ കർത്താവ് തീയിട്ട് നശിപ്പിച്ച് വേഗത്തിൽ ആ വസ്തുവൊക്കെ വിൽക്കുവാനും കർത്താവെ, തലമുറകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവ് അത്ഭുതകരമായ മറുപടി കൊടുത്ത് മാനിക്കുമാറാകണം. അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്നത് കർത്താവെ അപ്പച്ച, അത് അനുഗ്രഹമായി അത്ഭുതമായി വിടുതലായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തോത്രങ്ങളുടെ ബീനായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്ന കഴിഞ്ഞ രാത്രി അലർജിയുടെ ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെട്ടല്ലോ. കൊടുത്ത വിടുതലിനായി സ്തോത്രം അപ്പച്ച. കുടുംബമായി ദൈവത്തിന് വേണ്ടി കർത്താവെ ശക്തമായി നിൽക്കുവാൻ കർത്താവ് ഇടയാക്കണം. കൊടുക്കുന്ന ദർശനങ്ങളൊക്കെ കർത്താവെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നോക്കുന്ന പേഷ്യനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവരുടെ മേലൊക്കെ സൗഖ്യമാക്കുന്ന കരം നീട്ടണമേ കർത്താവെ. നിന്റെ മകൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നിന്റെ മകളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങളുടെ ജോൺസൺ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവെ ശാരീരികമായി ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ കടന്നുപോയല്ലോ കർത്താവ്. കൊടുത്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു കർത്താവെ. അങ്ങ് തൊട്ടതിനായി സ്തോത്രം കർത്താവ്. അങ്ങ് കൽപ്പിച്ചതിനായി സ്തോത്രം. അവിടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ സ്വർഗം അറിയുന്നല്ലോ കർത്താവ്. എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ദൈവാത്മാവ് വെളിപ്പെടുത്തിയ വിഷയങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി അവിടുന്ന് വേഗത്തിൽ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവ് പറയുന്ന കർത്താവേ അപ്പച്ചോ, വാക്തത്വങ്ങളും ആലോചനകളും എല്ലാം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അത് വേഗത്തിൽ നിറവേറുവാൻ തക്കവണ്ണം കർത്താവെ, അതിന് തടസ്സമായിരിക്കുന്ന എല്ലാം ഞങ്ങളുടെ കുറവുകളോടൊന്ന് ക്ഷമിക്കണമേ കർത്താവേ. അങ്ങ് അത്ഭുത മന്ത്രിയ, വീരനാ, ദൈവമാ, നിത്യപിതാവ, സമാധാനത്തിന്റെ പ്രഭുവ, അങ്ങയ്ക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവേ. ഞാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്താവേ, ഞാൻ പ്രവർത്തിക്കുവാറ തടുക്കും അങ്ങയുടെ വചനമ കർത്താവെ. അങ്ങയുടെ വചനത്തെ അയച്ച് ഓരോ വിഷയങ്ങളിന്മേലും കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ബ്ലെസ് സിസ്റ്ററെ കുടുംബമായും നിന്റെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ കാലിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണല്ലോ കർത്താവെ. പൂർണ്ണമായി സൗഖ്യം കൊടുക്കണം. നരിയാണികളെ ഉറപ്പിക്കുമാറാകണം. കർത്താവിന് വേണ്ടി പാടുവാന് പ്രാർത്ഥിക്കുവാന് കർത്താവെ ആ സാഹചര്യങ്ങളെ ഒക്കെ അനുകൂലമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയ കർത്താവെ. അങ്ങ് തൊട്ടാൽ വിടുതല കർത്താവെ. പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ കർത്താവെ. കുഞ്ഞുമോൾ സിസ്റ്റർ അങ്ങയുടെ കാര്യങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറിയത് ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് കാഹളമൂതുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എരിഹോ പോലുള്ള മതിലുകൾ ഇടിഞ്ഞു വീഴുവാൻ തക്കവണ്ണം ഞങ്ങളൊരു ജയത്തിന്റെ ഘോഷം കർത്താവെ ആർപ്പിടുവാൻ തക്കവണ്ണം കർത്താവ്, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. മഞ്ജുഷയും മാതാവിനെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. എന്റെ പൈതൽ UK മണ്ണിലൊരു ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നല്ലോ കർത്താവെ. ഒത്തിരി വാക്തത്വങ്ങൾ കേട്ട് കർത്താവെ. അവൾക്ക് ഇത്രത്തോളം കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം. അവൾ നിമിത്തം ദേശം വിടുവിക്കപ്പെടാൻ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം കർത്താവെ. അന്ധകാരം ഭൂമിയെയും
കൂരിട്ട് ജാതികളെ മൂടുമ്പോ നിന്റെ മേലെ യഹോവയുടെ തേജസ് ഉദിക്കുവാൻ കർത്താവേ. ഇന്നീ കാണുന്ന കഷ്ടങ്ങൾ കർത്താവേ, ഇന്നീ കാണുന്ന വേദനകളൊക്കെ നാളെ മാറി വരുന്ന മഹിമകൾ ഓർക്കുമ്പോൾ ഇന്നൻ കഷ്ടം സാരമില്ലെന്നെണ്ണുവാൻ നിന്റെ മകളെ സഹായിക്കണമേ. നിന്റെ മകളെ ധൈര്യം കൊടുക്കണം, ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലമില്ലാത്തവനോടൊന്ന് ബലം കൊടുക്കുന്നതാ, കുനിഞ്ഞു വിരക്കുന്നവരെ നിവർത്തുന്ന ദൈവമാ കർത്താവേ. അപ്പൊ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുമ്പോ നീ തത്സമയം അവർക്ക് ആഹാരം കൊടുക്കുന്ന ദൈവമാകയാൽ സ്തോത്രപ്പാ, സ്തോത്രപ്പാ, സ്തോത്രപ്പാ. മോളിയെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസം പനിയാലൊക്കെ ഭാരപ്പെട്ടല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലുകൾക്കായി സ്തോത്രപ്പാ. പൂർണ്ണാരോഗ്യം, പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ കർത്താവേ. അലഹവാദിന്റെ മണ്ണിൽ എൻ്റെ മക്കളെ കുടുംബമായി എഴുന്നേൽപ്പിക്കണമേ. യഹോവ റാഫയായി, യഹോവ ശമ്മയായി കർത്താവേ എൻ്റെ മകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തലമുറയുടെ വിഷയങ്ങളെയൊക്കെ അങ്ങ് അറിയുന്നല്ലോ കർത്താവേ. അപ്പൊ വേഗത്തിൽ അതിനൊക്കെ മറുപടി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. നാൻസി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. നിന്റെ മകളും ദൈവസന്നിധിയിൽ അവലോടെ ഇരിക്കുന്നുള്ള കർത്താവേ. അപ്പാ മീനായും അപ്പാ നാൻസിയും കർത്താവേ, അപ്പച്ച സീനയൊക്കെ ദൈവസന്നിധിയിൽ അവലോടൊരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നല്ലോ അപ്പച്ച. അന്ന ഹൃദയം പകർന്നെന്നാല് അപ്പാ ആർക്കോളെ മനസ്സിലായില്ലെന്നാൽ അവളുടെ മറുപടി അവളുടെ കരത്തിൽ കൊണ്ടുവന്നപ്പോൾ കർത്താവേ അപ്പൊ അത് രോഗം അറിയപ്പെടുന്ന നിലവാരത്തിലായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുവാൻ കർത്താവേ, കേട്ട വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി വരട്ടെ. എല്ലാവരുടെ ഉദരത്തിൽ അങ്ങയുടെ വിത്ത് പാകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇത് പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായെന്ന് പറയത്തക്ക നിലവാരത്തിൽ കർത്താവ് സാധ്യങ്ങളെ സാധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടിയന്റെ മാതാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരോഗ്യവും സൗഖ്യവും ബലവും കൽപ്പിക്കണമേ കർത്താവേ. പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിഞ്ചു വൈദങ്ങളെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിങ്ങളുടെ യോക്കുട്ടനെ രക്തം കൊണ്ട് മുദ്രയിടുന്നു കർത്താവേ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവേ പൈതൽ വളർന്ന ആത്മാവിൽ ബലപ്പെട്ടെന്ന് പറയുവാൻ യഹോവയുടെ ആത്മാവ് തലമുറകളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ ആവസിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പൊ പ്രണിതയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകളുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ കർത്താവേ. പ്രിയ മകനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. എല്ലാ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണേ. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നെന്ന് കർത്താവേ. നിന്റെ മകൾ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ കർത്താവേ. ആ ദേശത്ത് മാനിക്കപ്പെടട്ടെ കർത്താവേ. സ്തോത്രം. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ ഹല്ലേലൂയ. ഷേർലിയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ UK മണ്ണിലൊക്കെ ആയിരുന്നല്ലോ കർത്താവേ. നാട്ടിലായിരിക്കുന്ന അപ്പാ കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി കൊടുക്കണം. അപ്പച്ച കുഞ്ഞിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കും. മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. മാതാവിനെ ജീവിത പങ്കാളിയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയത്തക്ക നിലവാരത്തിൽ കർത്താവേ അപ്പച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക പ്രാർത്ഥി. സിൽവിസ്റ്റർ കുടുംബമായി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച നിന്റെ മകൾ ഓടിക്കൂടിയത് ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി തീരണമേ. കർമ്മേലിൽ ഇറങ്ങിയെത്തി ഓരോ ഭവനങ്ങളിൽ ഇറങ്ങണമേ കർത്താവേ. അപ്പൊ യേശോപ്പചായാഗപീഠത്തിൽ ഇരിക്കുന്നത് കർത്താവേ നീതിയായി കണക്കിടുമാറാകണമെന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നല്ലോ. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൂസമ്മ കുടുംബമായ കീടകാരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അബുദാബിയുടെ മണ്ണിൽ നിന്ന് നാട്ടിലായിരിക്കുന്നല്ലോ പച്ച. എൻ്റെ കർത്താവ് നല്ലൊരു അവധിക്കാലം ചിലവഴിച്ച് മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി കൊടുക്കണമേ കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹമായി തീരുവാൻ ആരാധന കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രി സിന്ധു എന്ന് പറയുന്ന ഡിവൈസിക്കാരെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ ഞങ്ങളാരും പരസ്പരം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയത്തില്ലെങ്കിലും അപ്പാ സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ സ്തോത്ര. സിജോയ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവേ, നിന്റെ മകൻ രഹസ്യമായി നിന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെ സ്വർഗം ആദരിക്കണമേ കർത്താവേ. യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ച ദൈവം നിന്റെ മകനെ ആദരിക്കണം. ഞങ്ങളുടെ യുവാക്കന്മാരെല്ലാം കർത്താവിനാൽ ശ്രേഷ്ഠരായി തീരുവാൻ, കർത്താവിനാൽ അറിയപ്പെടുന്നവരായി തീരുവാൻ സ്വർഗമിടയാക്കണം ഇന്ന് രാത്രി കർത്താവേ. ഒന്നുമില്ലായ്മ ഞങ്ങളെ ഉയർത്തിയ ദൈവത്തെ ഞങ്ങൾ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരുന്നില്ല അപ്പച്ച. ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ. അപ്പ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി ഇത്രത്തോളം മാനിച്ച് ഞങ്ങളെല്ലാം ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ അർച്ചന ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥന. മകൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വരുന്നത് കർത്താവേ. വേഗത്തിൽ മകൾക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെല്ലാം നിറവേറട്ടെ കർത്താവേ. ജെഫിൻ ബ്രദറിനെ കുടുംബമായ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കപ്പാ. നിന്റെ മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. വെസ്റ്റ് ഇൻഡീസിന്റെ പട്ടണത്തിൽ നിന്റെ മകനും കുടുംബം അറിയപ്പെടട്ടെ. തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവേ. സ്തോത്രപ്പ സ്തോത്രപ്പ. ബാബു ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകനും ആരാധനയ്ക്ക് കയറുവാനൊക്കെ സഹകര്യം കൊടുക്കണേ. കഴിഞ്ഞ ദിവസമൊക്കെ മകളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സ്വർഗം ചെയ്തു കൊടുത്തല്ലപ്പ. അപ്പച്ച കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും കയറി ഇറങ്ങി എല്ലാ അഭിഷേക്തന്മാരെ കുടുംബമായി ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കർത്താവേ. അപ്പ കർത്താവേ, ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വചനവുമായി അങ്ങയക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയനെ കുടുംബവാകയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. അങ്ങയുടെ മണ്ണിലിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ ഒരുപാട് അനുഗ്രഹത്തിന് തടസ്സമാകല്ലേ കർത്താവേ. അപ്പ പ്രാർത്ഥിക്കുന്ന ഞാൻ ബലഹീനനപ്പ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ബലവാനപ്പ. അങ്ങയുടെ കരങ്ങളിൽ പുട്ടുമടക്കിയിരിക്കുന്നവരെ ഒരു നാളും അങ്ങ് കൈവിടല്ലേ കർത്താവേ. ആടെ മുഖം ലജ്ജിച്ചു പോകുവാൻ രാത്രി സമ്മതിക്കുക. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊപ്പം എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ കർത്താവേ മറുപടി ഓരോ പ്രിയപ്പെട്ടവരുടെയും കാര്യത്തിൽ കൊടുത്ത് മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം. അല്പസമയങ്ങളുടെ പാതപിടത്തിലിരിക്കട്ടെ. കൃത്യമായി അവിടെ ഞങ്ങളോട് ഇടപെടണം. അടിയനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ കുറവോർക്കല്ലേ കർത്താവേ. പ്രാർത്ഥന കേട്ട് യാതൊരുക്കും മറുപടി തരണം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ 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 ആമേൻ. അടുത്തതായി 2 വിഷയങ്ങൾ കൂടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ദൈവദാസിക്ക് ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ജോൺസൺ ബ്രദറെ ഞാൻ വിളിക്കുന്നു. നമുക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ ദൈവമേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളിൽ കൂടി പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട്. വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന അതേ അനേക മാതാപിതാക്കളുണ്ട്. തലചായ്ക്കാൻ സ്വന്തം ഭവനമില്ലാത്തവരുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന, അതിനുള്ള സാമ്പത്തിക വഴികളില്ലാതെ ഭാരപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അനേക വിഷയങ്ങളുണ്ട്. എല്ലാം ഓർത്തുകൊണ്ട് ജോൺസൺ ബ്രദർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. Praise Lord. Hallelujah. Hallelujah. Stotram, 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 stotram. Hallelujah. ദൈവത്തെ മഹത്വം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ സ്വർഗരാജാവേ എന്നുള്ള സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ കർത്താവ് പ്രിയ ദാസി പറഞ്ഞ കർത്താവ് വിശുദ്ധനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ആമേ. ദേശത്ത് കർത്താവെ. ആമേ. ആമേ ഭാരതത്തിലും കർത്താവെ. ആമേ ഭാരതത്തിന് വെളിയിൽ മറ്റു അനേക രാജ്യങ്ങളിൽ കർത്താവെ. ആമേ ലോക രാജ്യങ്ങളിലൊക്കെയും ചിത്രിപ്പാർക്കുന്ന ജനവിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആമേ. ദൈവത്തെ അറിയാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ സ്തോത്രം കർത്താവ്. അനാഥരായിരിക്കുന്നവർക്ക് ആരും സഹായമില്ലാതിരിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരെല്ലാം കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ കരുതൽ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. ഭാരതത്തിൽ കർത്താവെ അനേക ഇടങ്ങളിൽ കർത്താവെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് കർത്താവ് ചിതറിപ്പാർക്കുന്ന സുവിശേഷകർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അവരുടെ ആവശ്യങ്ങളെ മതിയായ ദൈവമായി ഇരിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധ തരത്തിലുള്ള കേസുകളിൽപ്പെട്ട് പ്രതികളായി പേർ ചേർക്കപ്പെട്ടവർ കർത്താവ് പീഡനം അനുഭവിക്കുന്നവർ, കഷ്ടം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവ് റിലീസ് ചെയ്യേണ്ടതിനാ അവരെ കർത്താവ് ആ കുറ്റങ്ങളിൽ നിന്ന് വിമുക്തരായി തീരേണ്ടതിന് കർത്താവ് സാന്ത്വത്തോടെ ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് കർത്താവെ സ്വാതന്ത്ര്യം നൽകേണ്ടതിനാ പരിശുദ്ധാത്മാവെ അങ്ങയുടെ കൃപ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ ചെയ്യണമേ. അതിശയങ്ങളെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കാലഘട്ടത്തിൽ സർവ്വജനത്തിനും എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവെ, ദേശത്ത് കർത്താവ്, രാജ്യത്ത് കർത്താവെ, ആമേൻ ആമേ, ഇതര രാജ്യങ്ങളിലൊക്കെയും കർത്താവ്, ലോകത്തെമ്പാടും കർത്താവ് വെളിപ്പെടുവാൻ കർത്താവിന്റെ വരവിന് വേണ്ടി അനേകരെ കർത്താവെങ്കിലേക്ക് നേടുവാൻ തൊക്കണം കർത്താവെ. ഓരോ സുവിശേഷ പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ, ആത്മീയമായി ഉണർത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായി ഞെരുക്കവും അനുഭവിക്കുന്ന കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ, ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി പുതുവഴികളെ അവർക്ക് തുറന്നു കൊടുക്കണമേ. തൊഴിലില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൊഴിൽ അവസരങ്ങളെ തൊഴിൽ അവസ്ഥകളെ കർത്താവ് തുറക്കണമേ, പുതുവഴികളെ തുറക്കണമേ, തടസ്സങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം. ഇന്ത്യയിലുള്ളായിരിക്കുന്ന വിവിധ സഭാ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഓരോ ഡിനോമിനേഷനും മറ്റൊരു ഡിനോമിനേഷനുമായി ചേർച്ചക്കുറവായി കർത്താവെ വിവിധ രീതിയിൽ ചിതറി നിൽക്കുന്ന അനുഭവമാണ്. എന്നാൽ ഒരേ ആത്മാവിനാൽ ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമെങ്കിൽ കർത്താവ്, ഒരേ ആത്മാവിനാൽ കർത്താവ് ചലിക്കുന്നവരെങ്കിൽ കർത്താവെ, അവരൊരു മനസ്സോടെ ഐക്യപ്പെട്ട് കർത്താവെ ദൈവസ്നേഹത്തിൽ ഒന്നായി തീരേണ്ടതിന് കർത്താവെ, കർത്താവിന്റെ മണവാട്ടി എന്ന പോലെ ഒരുക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വർഗ്ഗത്തിന്മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൽ കർത്താവ് വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഗോത്രങ്ങൾ കർത്താവെ, വിവിധ ജാതികൾ, വിവിധ തരത്തിലുള്ള ആളുകൾ, വർണ്ണ വ്യത്യാസങ്ങളൊക്കെയും സാമ്പത്തികമായ ഉയർച്ചയുള്ളവര്, താഴ്ചയുള്ളവരും ഒക്കെയും ആയിരിക്കുന്നുള്ളൂ കർത്താവ്. അങ്ങനെയെങ്കിൽ കർത്താവെ, അവരെ ഒരു മനസ്സോടെ ഒരു കൂടെ കീഴിൽ എന്ന പോലെ കർത്താവെ ഇന്ത്യയിൽ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് വലിയ റിവൈവൽ വെളിപ്പെടുവാൻ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ കർത്താവെ, ദേശത്തിലായിരിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവർക്ക് ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ, പഠിക്കുവാണ് ജ്ഞാനത്തെ അറിവിനൊക്കെയും കൊടുക്കുമാറാക്കണം പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല കർത്താവ്, ഇതര സംസ്ഥാനങ്ങളൊക്കെയും കർത്താവെ, ഭാരതത്തിൽ കർത്താവെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ കർത്താവെ സ്വന്തം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടം യുവതലമുറകൾ കർത്താവെ, യുവാക്കൾ കർത്താവെ, യുവതലമുറകൾ കർത്താവ് ഭാവിയുടെ വാഗ്ദാനം എന്ന പോലെ കർത്താവെ എഴുന്നേൽക്കുവാൻ, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന്, ദൈവകൃപയിൽ വളർന്നുവരെ കർത്താവ് സഹായിക്കണമെന്ന് ദേശത്തായിരിക്കുന്ന എല്ലാ മയക്കുമരുന്നിന്റെയും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും കർത്താവ് ഫലമായി കർത്താവ് യുവതലമുറയെ പിടിച്ച് അമർത്തുമ്പോൾ കർത്താവ് ഞങ്ങൾ അതിനായി സഭയായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗാത്പനം ചെയ്യണമേ. കടഭാരത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസം കുടിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവ് ഇത്തരത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ ശുശ്രൂഷകന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നവരെ തലമുറകളൊക്കെയും അവനെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടത്ത് ജോലി മേഖലകളെല്ലാം കർത്താവിന്റെ വർധനവ്, കർത്താവിന്റെ അനുഗ്രഹം കർത്താവ് വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ദൈവത്തിന്റെ ആത്മാവെന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ദൈവകൃപ വർദ്ധിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ഹിതം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ആലോചന വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാലം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പറയപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനി വിട്ടുപോയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെല്ലാം കർത്താവെ കരം ചലിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കാലത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ എത്തിയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. ഇനി വചന ശുശ്രൂഷയ്ക്ക് സമയം കൊടുക്കാമല്ലോ. ഗ്രേസി സിസ്റ്ററെ, ദൈവനാമത്തിൽ ദൈവദാസി വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ദൈവദാസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയില് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ, ദാസന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഗ്രേസി ആന്റി, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം സകല കുടുംബത്തിലും പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലും ഉണ്ടാകട്ടെ. രശ്മി സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ പൈതൽ പറഞ്ഞ വിഷയത്തിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഫ്ലാറ്റിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത് തന്റെ പൈതലിന് വേണ്ടി കർത്താവ് ഒരുക്കിയതാണെങ്കിൽ അതിന്റെ സകല പേപ്പർ വർക്കുകൾ നടക്കട്ടെ. തടസ്സമായി നിൽക്കുന്ന സകല ദുരാത്മ ശക്തികളെയും ശാസിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് തന്റെ പൈതലിന്റെ കരത്തിൽ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവൾ ഒരു അത്ഭുത
സാക്ഷ്യമായി തീരട്ടെ കർത്താവെ. അതിന് ദൃഷ്ടി വെക്കുവാൻ ശത്രുവിനെ സമ്മതിക്കല് കർത്താവെ. അതിന് ദൃഷ്ടി വെച്ചിരിക്കുന്ന സകലരെയും ശാസിക്കുന്നു. അത് തന്റെ പൈതലിന്റെ മേലെ കർത്താവ് എഴുതി കർത്താവ് സ്വർഗം അത് മാനിച്ചു കൊടുത്തിരിക്കാൻ സ്തോത്രം. ഈ പ്രാർത്ഥനയെ മാനിക്കണം കർത്താവ്. ഈ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയാന്റിക്കായി സ്തോത്രം കർത്താവ്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന സകല കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സകല വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി ഈ മീറ്റിങ്ങിന്റെ മേൽ ഉണ്ടാകണം. കർമ്മേൽ തീ ഇറങ്ങിയതുപോലെ കർത്താവിന്റെ തീ ഇറങ്ങുന്ന ഒരു അഭിഷേകം തന്റെ കുടുംബത്തിന്റെ മേൽ ഉണ്ടാകണം കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തടസ്സത്തെയും ഞങ്ങൾ ശാസിക്കുന്നു. സകല കുടുംബങ്ങൾക്കും പേര് വരാനുള്ള ഒരു വലിയ മഹത്വം ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടാകുന്ന അടിയനെയും സമർപ്പിക്കുന്നു. ദൈവശബ്ദമല്ലാത്ത ഒരു വാക്കുകളും അടിയന്റെ നാവിൽ വരരുത്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല, പക്ഷെ ഞങ്ങളുടെ കഴിവ് സ്വർഗം ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നതാ. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തണം കർത്താവെ. ദൈവത്തിന്റെ പ്രവൃത്തി കാണണം കർത്താവെ. ഇന്ന് ഏത് വിഷയമായിട്ടാ ജനങ്ങൾ അങ്ങയുടെ പാദത്തിൽ ഇരിക്കുന്നതെന്ന് അടിയൻ അറിയുന്നില്ല. എന്നാൽ ആ വിഷയത്തിൽ ഇന്നൊരു ജയമായി തീരണം കർത്താവെ. പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ സകല വിഷയത്തിന്റെ മേലും ജയമെടുക്കണം. ഗ്രേസി ആന്റിക്കായി സ്തോത്രം. ഇതുവരെ കർത്താവിന്റെ സന്നിധിയിൽ നീതിയോടെ നിന്ന് വിശുദ്ധിയോടെ നിന്ന് കറപിറളാത്ത വസ്ത്രമിട്ട് കർത്താവെ ഹല്ലേലൂയ അപ്പന്റെ പേര് നാമ മഹത്വത്തിനായി കർത്താവെ നടത്തുന്ന ഈ മീറ്റിങ്ങിനെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെയും സമർപ്പിക്കുന്നു. അപ്പാ ഞങ്ങളുടെ ആരുടെയും കുറവുകൾ കർത്താവെ മീറ്റിങ്ങിന് കണക്കിടരുത് കർത്താവെ. ദൈവവചനം സംസാരിക്കും. അടിയന്റെ കൂടെ ഇരിക്കണം. അതിന്റെ നാവോട് കൂടെ ഇരിക്കണം. തീയായി മാറണം കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഗ്രേസി ആന്റി, ജോൺസൺ പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് എല്ലാ ദൈവദാസന്മാരെ ദാസിമാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മീറ്റിങ്ങിലെ ജോൺസൺ പാസ്റ്ററെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ അനേക മീറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. ഗ്രേസി ആന്റി ഇതുവരെ ഈ മീറ്റിംഗ് കൊണ്ടുവന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ജോലിയുടെ ഇടയ്ക്കും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും ആന്റി ഈ മീറ്റിംഗ് ഇത്രത്തോളം മഹത്വമാക്കി കൊണ്ടുപോകുന്നു. ഇത് ലീഡ് ചെയ്ത ആന്റിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം വായിച്ച പൈതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കാനല്ല, പ്രത്യാശയോട് ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. നല്ല ബലം കായ്ക്കത്തക്ക രീതിയിൽ ഓരോ കുടുംബങ്ങളെയും കർത്താവ് ഒരുക്കുമാറാകണം. കർത്താവെ, സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ, കർത്താവെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രത്യാശയോടെ ഇരിക്കുന്ന ദൈവ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം നീതിയോടെ നിന്ന് കർത്താവെ വിശുദ്ധിയോടെ നിന്ന് വിളക്കിൽ എണ്ണയുള്ളവരായി തീർന്ന് കർത്താവിന്റെ തേജസ് ഇവരിൽ മേൽ വെളിപ്പെട്ട് ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു ഭവനം ഉണ്ടല്ലോ, പ്രത്യാശയുടെ ഒരു ഭവനം, അവിടെ ഒന്നിച്ച് എത്തി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. എന്നെ സന്തോഷിപ്പിച്ച ഞാൻ ഈ മീറ്റിങ്ങിന് പ്രാർത്ഥിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 22:17 ആരെങ്കിലും വായിച്ചെന്നെ സഹായിക്കണമേന്ന്. ഉൽപ്പത്തി 22:17. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. ഞാൻ എടുത്തത് സങ്കീർത്തനമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു ഈ വചനം എടുക്കുവാൻ. സങ്കീർത്തനം എടുത്തായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഈ വചനത്തിൽ എന്തൊക്കെയോ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവമേ, ഹല്ലേലൂയ. നമ്മളെല്ലാം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. കടൽക്കരയിലെ മണൽത്തരികളെ നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. എന്നാൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ സന്തതികളെ അതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ തലമുറകളുടെ ഓരോ ഭാവിയും കാണുവാൻ നമുക്ക് എന്തൊരു സന്തോഷമാണ്. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചനും അതുപോലെ ആഗ്രഹിക്കുന്നു. നമ്മൾ അപ്പനിലെ ഹല്ലേലൂയ ബലപ്പെട്ട് അപ്പനോട് ചേർന്ന് നിന്ന് അപ്പന്റെ ഹല്ലേലൂയ പ്രിയ മക്കളായി നമ്മൾ ഹല്ലേലൂയ നീതിയോടെ നിൽക്കാൻ സ്വർഗത്തിലെ ദൈവ ഹല്ലേലൂയ നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നമ്മൾ ദൈവവചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അനേകര് പട്ടുപോകുന്ന ഈ ഒരു കാലയളവില് കർത്താവ് ദൈവവചനം എടുത്തവര് പോലും പട്ടുപോകുന്ന ഈ അവസ്ഥയില്, പിന്മാറിപ്പോകുന്ന ഈ അവസ്ഥയില്, ശത്രു തകർക്കുന്ന ഏതെല്ലാം കേസുകളിൽ കുടുക്കപ്പെട്ടു ദൈവദാസ
ദൈവദാസന്മാര്, ദൈവമക്കളെ, അന്നേരവും നമ്മളെ ദൈവം ഇത്രത്തോളം കരുതിയില്ലേ? എന്താണ്? നമ്മളെ നീതിയോടെ നമ്മൾ നിന്ന്, വിശുദ്ധിയോടെ നമ്മൾ നിന്ന്, കർത്താവിന്റെ സന്നിധി നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ തേജസ്സാകുന്ന മുഖം നോക്കി യാത്ര ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രത്യാശ നമുക്കൊന്നുമില്ല ദൈവമക്കളെ, നമ്മൾ അല്ല, എല്ലാം ഉള്ളവരാ. നമ്മൾ കരയേണ്ടവരല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് പ്രാപിക്കേണ്ടവരാ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം ഓർത്ത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. നമ്മുടെ തലമുറകളൊന്നും നമ്മുടെ അവസ്ഥയൊന്നും ഒന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ അനേകർക്ക് വേണ്ടി, ഇപ്പൊ തന്നെ ഗ്രേസി ആന്റി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമാണ്. കാരണം ആന്റിയുടെ തലമുറകൾ എവിടെയോ രാജ്യങ്ങളിൽ, ആന്റിയുടെ കുടുംബം എവിടെയോ, ആന്റി എവിടെയോ, 3 പേരും 3 സ്ഥലങ്ങളില്ല. പക്ഷെ എന്റെ തലമുറ, എന്റെ കുടുംബവും നല്ല പ്രാർത്ഥിക്കുന്ന, ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ, ഓരോ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷാൽ ദൈവമക്കളെ, നിങ്ങൾ വടക്കേ ഇന്ത്യക്കായി പ്രാർത്ഥിക്കണം. വടക്കേ ഇന്ത്യയിൽ ഇന്നും ഒരു അഭിഷിക്തനെ ഹല്ലേലൂയ അറസ്റ്റ് ചെയ്യുവാൻ ഇടയായി എന്ന് അറിയുവാൻ ഇടയായി. നിങ്ങൾ പ്രാർത്ഥിക്കണം വടക്കേ ഇന്ത്യക്കായി. നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന ദൈവജനങ്ങളുണ്ട്, ദൈവദാസന്മാരുണ്ട്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം തന്നെ വന്നോളും ദൈവമക്കളെ. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീയുടെ അഭിഷേകം നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനും യോഗ്യതയില്ല, നമുക്കൊന്നിനും പറയുവാൻ യോഗ്യതയില്ല ദൈവമക്കളെ. ഇന്ന് കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കേരളത്തിന്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. കാരണം ഏതെല്ലാം അവസ്ഥയിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലുന്നു. ഹല്ലേലൂയ. ജന്മം കൊടുത്ത മാതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ. ഹല്ലേലൂയ. അപ്പനാ മക്കളെ അറിയത്തില്ല, മക്കൾ അപ്പന്മാരെ അറിയത്തില്ല, സഹോദരിമാരെ അറിയാത്ത അവസ്ഥയിൽ നമ്മുടെ കേരളം കടന്നു പോകുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല, നമ്മൾ എടുക്കുന്ന ശ്വാസം കർത്താവ് നമുക്ക് തന്നിട്ടാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മളെ ഇത്രത്തോളം നടത്തി. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. പ്രാർത്ഥിക്കുന്നവരെ ആരും അറിയത്തില്ല, സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രതിഫലം വേറെ ഒന്നാ. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്നവരെ കാട്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം അറിയുന്നത്. ദൈവമക്കളെ, അനേക രാജ്യങ്ങൾക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഗ്രേസിയാൻറ്റി പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു കർത്താവേ. ദൈവം നിയമിച്ച ഒരു ഗ്രൂപ്പ്. ഇതിന്റെ നാഥൻ ദൈവം, ഗ്രേസിയാൻറ്റി ഒന്നുമല്ല. ഇത് നടത്തുന്ന ദൈവമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇതിനകത്ത് വരുന്ന സകലരും വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. ഇപ്പം മഞ്ജുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, UK ദേശത്തായിരിക്കുന്ന പൈതലെ നിന്നോട് സംസാരിക്കുന്നു. നീ കർത്താവിന് വേണ്ടി ഒരു വ്യവസ്ഥ ചെയ്യണം. നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ശത്രു അല്ല ഇത് മാറ്റി വെച്ചിട്ട്, കർത്താവാണ്. കർത്താവിന്റെ പ്രസാദമാകുന്ന ഒരു മകളായി തീരണം. നീ ദൈവത്തോട് ഒന്നുകൂടെ ചേരുക. ഹല്ലേലൂയ. മനുഷ്യനിൽ ആശ്രയം വെക്കാതെ ക്രിസ്തുവിൽ ആശ്രയം വെച്ചിട്ട്, ദൈവമേ എന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം തരണമേ ഞാൻ എന്ന് വ്യവസ്ഥ നീ ചെയ്യുമ്പോൾ, പൂർണ്ണമായി നിന്നെ ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ, ആ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതമായി മാറും. കരയാനല്ല വിളിച്ച് വേർതിരിച്ചത്, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ദേശത്ത്, നമ്മൾ ഏത് ദേശത്ത് നമ്മളെ ആക്കുന്നു ആ ദേശത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടാനാ. ഹല്ലേലൂയ. നമ്മ അന്യഭാഷ കിട്ടിയവർ അന്യഭാഷയിൽ ആരാധിച്ചാട്ട് ഇന്നൊരു തീയുടെ അഭിഷേകം ഈ ഗ്രൂപ്പിന്റെ മേൽ ഇറങ്ങും. ആരെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഞരക്കത്തിന്റെ ആത്മാവിനെ മാറ്റി സന്തോഷത്തിന്റെ ആത്മാവിനെ ഉടിപ്പിക്കുക. ഹല്ലേലൂയ. ചെറുതും വലുതുമായ സകല വിഷയത്തെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. പഴകിയ വിഷയമായിക്കോട്ടെ, പുതിയ വിഷയമായിക്കോട്ടെ, എന്തുകൊണ്ട് എന്റെ വിഷയത്തിന് മറുപടി തരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, എന്റെ സമയമായിട്ടില്ല പൈതലേ, എന്റെ സമയമായിട്ടില്ല. ഹല്ലേലൂയ. ചെറിയ കാര്യം ചെയ്യാൻ അല്ല, നിനക്ക് വേണ്ടി ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യും. യേശു ജീവിക്കുന്ന ദൈവമെന്ന് നിന്നിൽ അറിയിക്കാനാ. ഹല്ലേലൂയ. ഇന്ന് വ്യക്തി ജീവിതം, ഭവനമില്ലാത്തവരോർത്ത് പ്രാർത്ഥിച്ചോ, തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നവരോർത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് ഏത് വിഷയത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് വിഷയമായിരിക്കും? സാമ്പത്തികമില്ലാത്തവരാണോ? ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവരാണോ? ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടുക. ജോൺസൺ
ബ്രദറെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കർത്താവ് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിന്റെ മേൽ, എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേലെ, സാമ്പത്തികമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നു, ശുശ്രൂഷയുടെ മേലെ ഒരു വലിയ മിറക്കിൾ ദൈവം നടത്തുക. ഹല്ലേലൂയ. എഴുന്നേൽക്കുന്നതാ കാണിക്കുന്നത്. ദൈവം എഴുന്നേൽക്കുക. ഞാൻ ഈ കഴിഞ്ഞ അതിരാവിലെ തിരുസനിലാണോ ഈ ബ്രദറിനെ കണ്ടപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഇത്. ഹല്ലേലൂയ. അദ്ദേഹം ഇരിക്കുന്ന കണ്ടപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. നീരുറവ തുറക്കാൻ അടച്ചുവെട്ട മേഖലകൾ പൊട്ടി മാറുന്നു. ആ കല്ലിനെ ദൈവം എടുത്തു മാറ്റുന്നു. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഭൂലോകമൊക്കെയും സാക്ഷിയാകുവാൻ ഓടുവാൻ, കുരുട്ട് പിടിപ്പിച്ച് മുറിക്കകത്ത് ഇരുത്താനല്ല, ഓടാനാ അരമുറുക്കി ചെരുപ്പിട്ട് ഓടാനാ ഒരു പുറപ്പാടുണ്ട്. ജോൺസൺ ബ്രദറെ, ഓടിക്കണം. ഹല്ലേലൂയ. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ദൈവം പുതിയ വഴികൾ തുറക്കും. പുതിയ വഴികൾ, പഴയതല്ല, പുതിയ വഴികൾ അദ്ദേഹത്തിന് വേണ്ടി തുറക്കും. പ്രാർത്ഥിച്ചു. എല്ലാവരും ജോൺസൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാവരും അന്യഭാഷ കിട്ടിയവർ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മീറ്റിംഗിൽ ഒരു ഉപ്പുതൂണായി അദ്ദേഹം മാറും. അദ്ദേഹം ഭൂലോകമൊക്കെ ഈ സാക്ഷിയാകും. ദൈവനാമം നാവിലെടുത്ത് ഒരു അഭിഷിക്തന്മാരും ഭാരപ്പെടാനോ ഹല്ലേലൂയ ഒന്നിന് നീറുവാനോ സമ്മതിക്കല്ല. നമ്മൾ താഴോട്ട് നോക്കണം. ഹല്ലേലൂയ. സമ്പത്തുള്ളവരെ അല്ല നോക്കണ്ടേ, ഇല്ലാത്തവരെ നോക്കണം. അവരെ കരം പിടിക്കണം. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് അഭിഷിക്തന്മാര് ഓടുന്നത്. ഹല്ലേലൂയ. അവരുടെ കാല് മാൻപയുടെ കാല് പോലെ ആക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാ. നിങ്ങളുടെ പ്രാർത്ഥനയാ ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയാ. അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നുമില്ല. എന്റെ കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമായി. ആരെങ്കിലും ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ടോ? ഒരു പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ പ്രാർത്ഥിച്ചോ. ഇന്ന് നമ്മൾ വചനത്തിലൂടെ കർത്താവ് ഇന്ന് വെളിപ്പെടുക. ഇനി നിങ്ങൾ കുരുട്ട് പിടിച്ചിരിക്കാനല്ല ദൈവമക്കളെ, നിങ്ങൾ എഴുന്നേൽക്കണം. വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കറണ്ട് പോകുമ്പോൾ ഇരുട്ടത്തിരുന്ന് നമ്മൾ സൂം മീറ്റിംഗിൽ വരുന്നത് പോലെ ഓരോ ഭവനത്തിലേക്കും നല്ല പവറുള്ള കറണ്ട് അടിക്കുന്നത് പോലെ ഓരോ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഹല്ലേലൂയ. കർമ്മേലിൽ തീ ഇറങ്ങിയതുപോലെ ഈ മീറ്റിംഗിൽ തീ ഇറങ്ങുക. ഇതിന്റെ അവസ്ഥ മാറുക. ഹല്ലേലൂയ. കർത്താവെ, കുരുട്ട് പിടിച്ചിരിക്കാനല്ല ദൈവമക്കളെ, നിങ്ങൾ ആരാധിച്ചോ. നിങ്ങൾ ഹല്ലേലൂയ ഓരോരുത്തരെ നോക്കണ്ട. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ആരെ നോക്കണ്ട. നിങ്ങളുടെ വിഷയം എടുത്ത് ദൈവത്തിന്റെ പാദപീഠ വെച്ചോ. നിങ്ങൾ എളുമത്തത്തോടെ അവിടെ ഇരുന്നോ. കർത്താവ് പ്രവർത്തിക്കാൻ പോവാ. എന്റെ യേശുപ്പ പ്രവർത്തിക്കാൻ പോവാ. ദൈവം പ്രവർത്തിച്ച മനുഷ്യന്റെ ആശ്രയം നിങ്ങൾക്ക് വേണ്ട ദൈവമക്കളെ. ആരും പ്രാർത്ഥിക്കണ്ട ദൈവമക്കളെ. നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോ. ജോലിയില്ലാത്തവരാണോ, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തി. തലമുറ ചൊല്ലി ഭാരപ്പെടുന്നുണ്ടോ, ഏൽപ്പിച്ചു കൊടുത്തോ. ഭവനമില്ലയോ, സാമ്പത്തികം ഇല്ലയോ, ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങായിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ കരവാ നല്ലത്. മനുഷ്യന്റെ കരം ഇന്ന് തരും, നാളെ തരത്തില്ല. പക്ഷെ കർത്താവിന്റെ കരം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ കർത്താവ് കൂടെ ഒരു കുഞ്ഞിന്റെ കൂടെ ദൈവം നടക്കുന്നത് പോലെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഹല്ലേലൂയ കർത്താവ് കൈത്താങ്ങായി തരും. ഹല്ലേലൂയ. യോസേപ്പ് സ്വപ്നം കണ്ടത് എന്താ? ഹല്ലേലൂയ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ള കറ്റകൾ കുത്തിമറിഞ്ഞു കിടക്കുമ്പോൾ യോസേപ്പിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. ആ സ്വപ്നക്കാരനെ പൊട്ടക്കണറ്റിലിട്ടു. ഹല്ലേലൂയ. നിങ്ങൾ പല സ്വപ്നങ്ങളും കണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, പഴകിപ്പോയല്ലോ. ഹല്ലേലൂയ. എന്താണ് ഇതിനൊരു മറുപടി കിട്ടാത്തത്? ഹല്ലേലൂയ. ദൈവമക്കൾ, നിങ്ങൾക്ക് വലുത് ചെയ്യാനാ, ചെറുതല്ല, വലുത് ചെയ്യാൻ നിങ്ങൾ നിങ്ങളെ ഒരുക്കുക ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇന്ന് ആ പൈതൽ സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദുഷ്ടൻ പന പോലെ വളരും. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ പെതുക്കെ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തരുന്ന വിടുതലുകൾ അത് പൂർണ്ണതയാണ്. ദുഷ്ടന് പെട്ടെന്ന് വഴിയിൽ പട്ടുപോകും. ഹല്ലേലൂയ. അവന്റെ ആശ നശിച്ചു പോകും. അവനെ വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങളുടെ ഓരോ അവസ്ഥയിലും എന്റെ ദൈവം കൂടെ ഇരുന്ന് ഹല്ലേലൂയ നിങ്ങളെ മാനിക്കും. നിങ്ങളുടെ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ മുട്ടുകാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം എന്ന് പറയാം. ഞാൻ ഇന്നത് എന്റെ ഒരു പ്രിയ പൈതൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞു. അനേക നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ ജാതിയിൽ നിന്ന് 12 വർഷമായി എന്റെ യേശുവിനെ കണ്ട് ഇറങ്ങി തിരിച്ചു. പക്ഷേ രോഗങ്ങൾ വന്നു. 3 മരണത്തിന് ദൈവം എന്നെ വിടുവിച്ചു. ആ മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴും ഞാനിരുന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു, പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ഡോക്ടർമാര് പറഞ്ഞു എന്റെ ഹല്ലേലൂയ മൈൻഡ് പോയെന്ന് പറഞ്ഞു. കർത്താവ് രോഗം വന്ന
വന്നപ്പോൾ എന്റെ മൈൻഡ് പോയി, മരണത്തോടെ മല്ലടിച്ചപ്പോ. അപ്പൊ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു, ഡോക്ടർ നിങ്ങൾക്കറിയത്തില്ല, എന്നിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവം എന്നെ മരണത്തിന് വിട്ടുകൊടുക്കത്തില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ എന്റെ കൂടെയുണ്ട്. അപ്പൊ പറഞ്ഞു, പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മൊത്തം മൈൻഡും പോയി. ഹല്ലേലൂയ, ഡിപ്രഷൻ ആയെന്ന് പറഞ്ഞു. അവിടുന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ. എന്നാൽ പറയട്ടെ, യേശുപ്പച്ചൻ എന്റെ കട്ടിലിന്റെ മേൽ വന്നിരുന്നു. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഡോക്ടറിന് മനസ്സിലായി എന്തോ എന്നിൽ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്നെ ശല്യം ചെയ്തില്ല. അപ്പൊ എന്റെ മോള് പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് ഒരു ഡിപ്രഷനും ഇല്ല. ഹല്ലേലൂയ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവവുമായിട്ട് എന്റെ അമ്മ സംസാരിക്കുക എന്ന് പറയുവാനിടയായി. ഡോക്ടർ വന്നു, ഡിപ്രഷൻ എന്ന് പറഞ്ഞു ഒരു ഡോക്ടറെയും കൊണ്ട് വന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒരു ഡിപ്രഷനും ഇല്ല. എന്റെ യേശുപ്പ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആളെ മാറിപ്പോകും. എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്. എന്റെ ദൈവത്തിന് വേണ്ടി ഒരു മിനിറ്റ് പോലും സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ മുന്നിൽ ചെങ്കടലായിക്കോട്ടെ, അതിന് വഴിയൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ നന്മകളെ ദുഷ്ട പിശാച് തടഞ്ഞു വെച്ചോ, അതിനെ നമ്മൾ ഇന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ മേൽ നമ്മൾ ജയമെടുക്കും. സാമ്പത്തികത്തിന്റെ മേലോ ജയമെടുക്കും. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ മേൽ ജയമെടുക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവരല്ല. ഇനി കർത്താവിന്റെ വരവെടുത്തു വിളക്കിൽ എണ്ണയുള്ളവരായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ. ദൈവമക്കളെ, നമ്മൾ കുരുട്ട് പിടിച്ചോ സൂം മീറ്റിംഗിൽ കയറിയിരുന്ന് നമ്മൾ ചുമ്മാതിരുന്ന മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോ ആമേൻ പറഞ്ഞ് ഇരിക്കരുതേ. ദൈവമക്കളെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കർത്താവേ, നിങ്ങളുടെ ഓരോ വിഷയങ്ങളും നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരുന്നോണം. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആന്റിമാരുടെ വിഷയം പറയുമ്പോഴും പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും ഓരോ വിഷയത്തിന് മേലും ജയമെടുത്തോണം. പിന്നെ താമസം വെക്കുന്നത് നിങ്ങൾക്ക് കുറവല്ല. പിന്നെ ഒരു പിശാചും നിങ്ങൾക്ക് ഒരു ബന്ധനവും ഇല്ല. ദൈവമക്കളെ, നിങ്ങൾ പറയും, ചുമ്മാത് പിശാചിനോട് പറയുക, പിശാചെ അയ്യോ പിശാച് എന്നെ ബന്ധിച്ചു. ഇല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവം നിങ്ങളിൽ വസിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധനവും നിങ്ങൾക്കില്ല, ഒരു കെട്ടുകളും ഇല്ല. നമ്മുടെ നന്മയ്ക്ക് തടസ്സം നമ്മൾ തന്നെയാ. അനുസരണയാണ് അനുഗ്രഹത്തിന് കാരണം. ദൈവമക്കളെ, നിങ്ങൾ ദൈവവുമായിട്ട് അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവം അറിയാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. പിശാചിനെ ചുമ്മാ നമ്മൾ കുറ്റം പറയരുത്. ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ എടുക്കത്തില്ല, ഒരു ബന്ധനവും നമുക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. നല്ല രാവിലെ കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം. സൂം മീറ്റിംഗ് കയറി ഇരുന്നാലുണ്ടല്ലോ, വെറുതെ ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കുകയല്ല, പ്രാപിക്കണം. നിങ്ങൾ ഓരോ ദിവസവും പുതിയത് പ്രാപിക്കണം. പുതിയ സാക്ഷ്യങ്ങൾ. ഇന്നൊരു ദൈവദാസി പറഞ്ഞതുപോലെ നമുക്ക് പുതിയ സാക്ഷ്യങ്ങളും പുതിയ വാതിലുകളും വേണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഇന്നലത്തെ വാതിലല്ല, ഇന്ന് പുതിയ വാതിൽ എനിക്ക് തുറക്കണം. നീരുറവ എനിക്ക് തുറക്കണം. ഹല്ലേലൂയ. പിശാച് തടച്ചു വെച്ചിരിക്കുന്ന ശത്രുവായവൻ നമുക്ക് പദ്ധതി ഇട്ട് വെച്ചിരിക്കുന്ന, നീ ഇവിടെ വരെ പോയാൽ മതി, ഇനി നീ പോയാൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഓരോ കുടുംബങ്ങളിലും ഹല്ലേലൂയ വാഴുന്ന പിശാചുക്കളുണ്ട്. നമ്മൾ കുടിയിരിക്കുന്ന പിശാചുക്കളുണ്ട്. നമ്മുടെ വചനം നമ്മുടെ ഭവനത്തിൽ ഇറങ്ങുമ്പോൾ അവന് തീയായി മാറും. ഹല്ലേലൂയ. തീയുടെ അഭിഷേകത്തിൽ നിങ്ങൾ ജ്വലിക്കണം. നമുക്ക് പാസ്റ്റർമാർക്ക് മാത്രമല്ല ദൈവമക്കളെ, ദൈവജനത്തിനും പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും കൃപ തന്നിട്ടുണ്ട്. അത് നമ്മൾ ജ്വലിപ്പിക്കുന്നതിന്റെ അനുസരിച്ച നമ്മൾ കരഞ്ഞു കൂവിയിരിക്കുക, ദൈവമേ എന്റെ വിഷയത്തിന് എന്താണ് മറുപടി തരാത്തത്. എല്ലാവർക്കും താണ്ട ആ മോള് സങ്കീർത്തനത്തിൽ വായിച്ചപ്പോ പറഞ്ഞതുപോലെ ശത്രുക്കൾ താണ്ട പന പോലെ വളരുന്നു. ദൈവം എനിക്കെന്താ തരാത്തെ? നോ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയെന്ന്. നമ്മുടെ അവസ്ഥ അറിയുന്നവൻ തമ്പുരാൻ നമ്മുടെ കൂടെ, ഒരു വലിയവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ദൈവം. ആരും ദൈവസന്നിധിയിൽ ഈ കറുത്ത പുസ്തകം എടുത്തോണ്ട് സുഖമാണെന്നും പറഞ്ഞ് വരല്ല ദൈവമക്കളെ. കഷ്ടതയും പ്രതിസന്ധിയും പ്രതികൂലവും നമ്മളെ നേർക്കാഞ്ഞടിക്കും. ഹല്ലേലൂയ. അപ്പോഴും എന്താണെന്നറിയുമോ, നമ്മളെ സാക്ഷികളാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു പ്രോസസ്സിങ്ങില. ഹല്ലേലൂയ. കർത്താവിന് സാക്ഷ്യം വേണ്ടേ? നമ്മൾ എവിടെങ്കിലും ഒരു ദൈവവചനം, ഞാനിപ്പോൾ എത്ര സാക്ഷ്യത്തിന് ഉടമയാണെന്നറിയാം. ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങളാ ദൈവം എന്നെ ദൈവം വിളിച്ച് ഞാനൊരു പ്രത്യേക ഒരു അഭിഷേകത്തിലാണ് എന്നെ ദൈവം വിളിച്ചിറക്കിയ. ഞാൻ ആരുമായിട്ട് ഒരു കൂട്ടുകെട്ടോ ഒരു പാസ്റ്റർമാരുടെ പറയാ, പാസ്റ്റർ പ്രാർത്ഥിക്കണേ പറഞ്ഞ് ഇന്ന് വരെ എനിക്ക് പോയിട്ടില്ല. ഞാൻ എന്റെ കണ്ണുനീരോടെ എന്റെ പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കും. എന്റെ യേശപ്പ എന്റെ കൂടെ വരും. ഞാൻ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴും എവിടെ നിൽക്കുമ്പോഴും എന്റെ യേശപ്പ എന്റെ കൂടെ വരണം. ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ എന്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കളെ, നിങ്ങളും അങ്ങനെ ആയിത്തീരണം. എനിക്ക് തന്നത് നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളത് കാണുന്നില്ല, നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. നിങ്ങളത് ഉപയോഗിച്ച് അതിന്
നല്ലൊരു പൊന്നാക്കി മാറ്റ്. നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവം ചെയ്തോളുമെന്ന്. നിങ്ങൾ എന്തിനാ ഈ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാരം ചുമടുകൾ താത്തു വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് വടക്കേ ഇന്ത്യയിലെ ഒരു അഭിഷിക്തനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കാരണവുമില്ല, ആരാധിച്ചു ദൈവത്തെ, അത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കണം. ജോസ് തോമസ് എന്നാണ് പാസ്റ്ററിന്റെ പേര്. നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമക്കളെ, വടക്കേ ഇന്ത്യയിൽ അവര് ജീവൻ പണയം വെച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്കൊക്കെ എന്ത് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ വടക്കേ ഇന്ത്യയിലും ഇപ്പൊ ഗ്രേസി ആന്റി ആയാലും ഈ മീറ്റിംഗ് നടത്തുമ്പോഴും ഭയങ്കര ചിന്തകളാണ്. ഒരു ജോലി സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധകൾ പലയിടത്തോട്ടും പോകുന്നുണ്ട്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ദൈവത്തെ ഇത്രമേൽ സ്നേഹിക്കുമ്പോൾ ദൈവം ഇവരുടെ തലമുറയൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഒന്നും കാണത്തില്ല. 1000 തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ പെട്ടകം ചുമന്നു. നിങ്ങളുടെ പെട്ടകത്തിൽ യേശുവില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ചുമന്നത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ പെട്ടകത്തിൽ യേശു വേണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ പെട്ടകത്തിൽ നിന്ന് ആരും പുറത്തു പോകത്തില്ല. നിങ്ങളുടെ തലമുറകളോ നിങ്ങളുടെ നന്മകളോ നിങ്ങളുടെ ആരോഗ്യമോ നിങ്ങൾക്കുള്ള സമ്പത്തുകളോ ഒന്നും ആ പെട്ടകത്തിന് പുറത്തു പോകത്തില്ല. കാരണം കാവൽക്കാരനായ യേശുപ്പ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പെട്ടകത്തിൽ യേശു ഇല്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. ദൈവമക്കളെ, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. മനസ്സ് നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ഈ വചനം കേട്ട് മനസ്സ് നുറുങ്ങിയിരിപ്പുണ്ടെങ്കിൽ, ഏത് വിഷയത്തിന്റെ മേലാ നിങ്ങൾ നുറുങ്ങിയിരിക്കുന്നത്? ദോഷ്ട പിശാചെ, ആ വിഷയത്തിന്റെ മേൽ ഞാൻ ജയമെടുക്കുന്നു. ഞാൻ ഈ മീറ്റിങ്ങിന്റെ മേൽ ജയമെടുക്കുന്നു. ദുഷ്ട പിശാചെ, നിനക്ക് എന്നെ ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന കല്ലാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദേഹിയാണ് എന്നിലുള്ളത്. യേശു വസിക്കുന്ന മന്ദിരമാണ്. ഒരു അശുദ്ധി എന്റെ മേൽ ഉണ്ടാകത്തില്ല. ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്റെ എല്ലാ സകല വിഷയത്തിന് മേലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ ദൈവമക്കളെ, ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ വിചാരിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, കാര്യങ്ങൾക്ക് ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. എല്ലാം പരാജയമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, 2 വർഷമായി, യേശപ്പാ ഞാൻ ഇന്ന വിഷയത്തിന് പോവുകയാണല്ലോ, എന്റെ കൂടെ വരണമേ, എനിക്കത് അറിയത്തില്ല, എനിക്ക് പറഞ്ഞു തരണമേ, ഞാൻ അതിനകത്ത് ജയാളിയായി തിരിച്ചു വരത്തുള്ളൂ. ദൈവമക്കളെ, നിങ്ങളും അങ്ങനെ ആകണം. ഒന്നുമില്ല, വിദ്യാഭ്യാസമോ കുടുംബ മഹിമയോ ഒന്നുമല്ല. നിങ്ങളും അപ്പനുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ വിടുതലിന് കാരണം. ഹല്ലേലൂയ. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. തലമുറകൾ തെറ്റിപ്പോകുന്ന കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുവരെ കരുതി പല സ്ഥലങ്ങളിൽ, നമ്മുടെ കണ്ണിൻ വെട്ടത്തുനിന്ന് കുഞ്ഞുങ്ങൾ അനേക സ്ഥലങ്ങളിലാ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങൾ അനേക സ്ഥലങ്ങളിൽ, നമ്മുടെ അഭിഷിക്തന്മാർ അനേക സ്ഥലങ്ങളിലാ. അവിടെ ഇവിടങ്ങളിൽ ചിറകടിയിൽ സൂക്ഷിക്കാൻ നിങ്ങൾ അങ്ങ് അനുഗ്രഹിക്കണം. എല്ലാ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കണം. പട്ടണത്തെ എല്ലാം ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേറ്റ് കർത്താവേ, ഭൂഖണ്ഡ മേഖലകളെ അനുഗ്രഹിക്കുന്നു, ഭരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു, അഭിഷിക്തന്മാർ, നമ്മൾ അങ്ങനെ അനുഗ്രഹിക്കുന്നവരായി തീർന്നാൽ, അബ്രഹാം പിതാവ്, ഹല്ലേലൂയ, അനുഗ്രഹത്തിന്റെ പിതാവ്, ഹല്ലേലൂയ, നമ്മുടെ പിതാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവന്, ഹല്ലേലൂയ, ഇസഹാക്കിനെ അനുഗ്രഹിച്ച പോലെ യാക്കോബിനെ നമ്മുടെ അബ്രഹാമിന്റെ സന്തതികളാ നമ്മൾ. അനുഗ്രഹം, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ കുത്തുകൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, നിന്ദകൾ വരും, തടസ്സങ്ങൾ വരും. പിശാചു പല കെണികളും ഒരുക്കാൻ നോക്കും, പക്ഷെ നിന്റെ അടുത്ത് വരത്തില്ല. ദൈവമക്കളെ, നിങ്ങളുടെ തോന്നലാതെ താമസം വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ പിശാച് എന്നെ തകർത്തു, പിശാച് എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിനോ. പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കറുത്ത പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടോ? വചനം നിങ്ങളുടെ മേലുണ്ടോ? വചനമാ നമ്മുടെ ദൈവം. അത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടെങ്കിൽ, നിന്റെ കർത്താവ് നിന്റെ ഹൃദയത്തിലുണ്ട്. ഒരു ശത്രുവും നിന്നെ തകർക്കത്തില്ല. ഹല്ലേലൂയ. നീ ഏത് ദേശത്ത് ജോലിക്കായി കടന്നു പോയിട്ടുണ്ടോ? ജോലി തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ? നീ ദൈവവുമായിട്ട് ഒരു ബന്ധം വന്നിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്ക് ജോലി തടസ്സം വന്നിരിക്കുന്നു, ഇതെന്താണ് കാരണം? അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുക. നിനക്കൊരു അധികാരം തന്നിട്ട്, പ്രകൃതിയോട് അധികാരത്തോടെ കൽപ്പിക്കാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ മാതാപിതാക്കൾക്ക് കൊടുത്തു. അവരത് ദുർവിനിയോഗം ചെയ്തു. പക്ഷെ നമുക്കൊരു അധികാരം സൂര്യനോട് പറയുവാനും ചന്ദ്രനോട് പറയുവാനും മഴയെ നിർത്തുവാനും ഒക്കെ ബൈബിളിൽ ഒരു അധികാരം തന്നു. പക്ഷെ അവരാരും അത് ഉപയോഗിച്ചില്ല. മാതാപിതാക്കൾ അത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ദൈവജനങ്ങളെ, ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾക്കൊരു അധികാരം നിങ്ങളുടെ നാവിൽ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. പിശാചിനോട് നീ അവിടെ നിൽക്കുക. ഹല്ലേലൂയ. നീ പിശാചിനെ ക്യാൻസൽ
ചെയ്ത് പ്രാർത്ഥിക്കാനും അവനെ തകർക്കുവാനും ഹല്ലേലൂയ അവനെ മാറ്റിക്കളയുവാനും ഓരോ വിഷയത്തിന്റെ മേൽ ജയമെടുക്കുവാനും ശത്രുവിന്റെ മേൽ വാഴുവാനും നിനക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, നിന്റെ നാവ് വിസ്താരത്തിൽ തുറന്ന് നീ ആ അധികാരത്തെ പിൻപറ്റുക. ഹല്ലേലൂയ. നീ നശിച്ചു പോകുവാനല്ല, നീ പട്ടുപോകുവാനല്ല നിന്നെ വിളിച്ചത്, നന്മ അനുഭവിക്കാൻ, അനുഗ്രഹം അനുഭവിക്കാൻ. അനുഗ്രഹം അനുഭവിച്ച ഒത്തിരി പേരുണ്ട്. യോബ് തന്റെ സ്നേഹിതരെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും യോബ് കർത്താവിനെ മുറുകെ പിടിച്ചു, വിശ്വസ്തനായിട്ട് നിന്നു, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നിന്നു. ഭാര്യ വരെ പറഞ്ഞു, തള്ളി പറയാൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല, എന്റെ യേശുവിനെ തള്ളി പറഞ്ഞില്ല. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ദൈവമക്കളെ. നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നമ്മുടെ കർത്താവിന്റെ സമയം അടുക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യും. മഹാത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ രശ്മി സിസ്റ്റർ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ആ സിസ്റ്റർ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ അതിന്റെ തടസ്സങ്ങൾ വന്നുകൊണ്ടോ, ആ ഫ്ലാറ്റിനെ നോക്കി വേറെ ആരോ ദൃഷ്ടി വെച്ചിട്ടുണ്ട്, അതാണ് ആ തടസ്സം വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇത് പ്രാർത്ഥിച്ച് അതിനെ ക്യാൻസൽ ചെയ്തപ്പോൾ ആ തടസ്സങ്ങൾ മാറി. ഈ ദിവസങ്ങളിൽ ആ സിസ്റ്റർ സാക്ഷ്യമായി ഇതിനകത്ത് വരും. ഇന്ന് ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത എത്ര പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നെന്നറിയാവോ? അവരെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തരുന്ന നന്മ, നിങ്ങളുടെ അധ്വാന ഫലം അത് ദൈവം തരുന്നതാ. ഇന്ന് നമുക്ക് ആരോഗ്യം തന്നിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നതും നമുക്ക് ഈ നന്മ വരുന്നതും. നമ്മൾ പറയും, ഓ എന്റെ പൈസ, ബാങ്ക് ബാലൻസ് എന്റെ അല്ല, കാർ എന്റെ, വീട് എന്റെ അല്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ ഔദാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതില്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രസാദം അതിന്റെ മേൽ ഉണ്ടാകുന്നത്. ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ കാശും കൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ വലിയ 3-4 കാറേ നടക്കുന്നു, വീട് നടക്കുന്നു. നമ്മുടെ കേരളത്തിലെ അഭിഷിക്തന്മാര് ഹല്ലേലൂയ, ഞാൻ നേരത്തെ സൂമുകളിൽ എന്നെ ഈ ദിവസങ്ങളിൽ എന്നെ കർത്താവ് ഓർമ്മിപ്പിച്ച, പഴയ കാലത്ത് നമ്മുടെ അപ്പച്ചന്മാര് ചെരുപ്പിടാതെ, വണ്ടിക്കൂലി പോലും ഇല്ലാതെ, കട്ടൻ കാപ്പി കുടിച്ച് പട്ടിണി ഇരുന്ന് ഒരു കറുത്ത പുസ്തകവും കയ്യിലെടുത്ത് ഒരു കൊടയും പിടിച്ച് ഈ ചൂടത്ത് നടന്ന് ശുശ്രൂഷ നടത്തി രക്ഷയുടെ മാർഗം കാണിച്ചു തന്ന ആ വഴിയില ഇന്ന് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അത് ഇപ്പോൾ ഏത് കാറേ കയറണ, ഏത് വീട്ടിൽ താമസിച്ച്, കേരളത്തിലാ കൂടുതൽ കേട്ടോ. ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് ഇവരെയൊക്കെ സ്വഭാവങ്ങൾ കാണുമ്പോ ഒത്തിരി ഇത്. എന്നാൽ നിനക്കിത് തരുമ്പോൾ മറ്റൊരു ശുശ്രൂഷകൻ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് തരുന്നതിന്റെ ഒരു കാൽഭാഗം നീ ആ ശുശ്രൂഷയ്ക്ക് കൊടുത്താൽ, ദൈവനാമ മഹത്വത്തിനാക്കി നീ തീർത്താൽ, നിന്റെ തലമുറയ്ക്ക് സ്വർഗം കൊടുക്കുന്ന നന്മ നീ ഓർക്കുന്നില്ല. നിന്റെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ്, നിന്റെ കാറും വീടും ഒക്കെ പോവും കേട്ടോ. ഒരു കോവിഡ് വന്നപ്പോ പോയി സകലതും കേട്ടോ. നിന്റെ എണ്ണത്തിൽ കുറഞ്ഞു കേട്ടോ. എത്ര കുടുംബങ്ങൾ നശിച്ചു പോയി കേട്ടോ. വെള്ളപ്പൊക്കം വന്നപ്പോ നിന്റെ സകലതും പോയില്ലേ. നിന്റെ സകല കാറും വീടും എല്ലാം നിന്റെ പോയില്ലേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വോയിസ് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മുട്ടായി നിങ്ങൾക്ക് കിട്ടിയാൽ അതിന്റെ ഒരു അംശം ഇല്ലാത്തവന് കൊടുത്ത്, കർത്താവ് എന്താ പറഞ്ഞത്? ഉള്ളവനെ അങ്ങ് വിശാലമായിട്ട് പൊക്കാനല്ല പറഞ്ഞത്. ദരിദ്രന്മാരുടെ കൂടെയാണ് കർത്താവ് ഇരിക്കുന്നത്, ഇല്ലായ്മക്കാരുടെ കൂടെയാണ് ദൈവം ഇരിക്കുന്നത്, പട്ടിണി കിടക്കുന്നവരുടെ കൂടെയാണ് ദൈവം ഇരിക്കുന്നത്. നീ ഹല്ലേലൂയ അനേക ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നീ ഒന്നോർക്കണം, എവിടെയോ വിശപ്പിന്റെ വില അറിഞ്ഞ് കരയുന്നവരുണ്ടെന്ന് നീ ചിന്തിക്കണം. അതാ നിന്റെ മഹത്വത്തിന് കാരണം. നീ അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ നീ ഒരു 100 ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടാലും നിന്റെ തലമുറയ്ക്ക് ഒരു നന്മയില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു രോഗത്തിന് മതി, ഒരു ശ്വാസ ഇടുപ്പിന് മതി, ഒരു ശ്വാസം നിലച്ചാ മതി, നിന്റെ സകലതും തീരും. എന്നാൽ കർത്താവ് ചെയ്ത പ്രവൃത്തി നീ ചെയ്താൽ, നിന്നെ ഭൂമിയിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നീ ഭൂമിയിൽ നിന്ന് പോയാലും നിന്റെ 1000 തലമുറകൾ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൂമിയിലെ വീടും കാറും ഒന്നും അല്ല ദൈവമക്കളെ. നമുക്ക് അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഒരുക്കിയ ഒരു നല്ല ഭവനമുണ്ട്. ഹല്ലേലൂയ. എത്തിപ്പെടാൻ ഇച്ചിരി പാടാ. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും അതിന് ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മളുടെ പ്രത്യാശ എന്താണെന്നറിയോ? നിത്യമായ ആ തേജസ്സിൽ എടുക്കപ്പെടണം. ആ തേജസ്സിൽ എടുക്കപ്പെടുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഉണർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ എന്റെ ദൈവം വിചാരിക്കണം. നമ്മൾ എഴുന്നേൽക്കണമെങ്കിൽ ആ ശ്വാസം തരുന്ന ആരാണ് നിങ്ങൾ വിചാരിക്കണം. നമ്മൾ വലിയ മിടുക്കരാ. ഭൂമിയിൽ നമ്മൾ കാറും വീടും പണമൊക്കെ
നമ്മൾ വലിയ മിടുക്കരാ. ഹല്ലേലൂയ. മിടുക്കൊന്നും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. നല്ല ഒരു ഭയം, ഒരു രോഗം വന്നാൽ മിടുക്ക് തീരും. ഹല്ലേലൂയ. അനേകരിന്ന് രോഗിയായി ഭാരപ്പെടുന്നു. നമ്മൾ അറിഞ്ഞിട്ടില്ല, അറിയുന്നുമില്ല. പക്ഷെ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് എന്ത് ചെയ്തോ അത് നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിക്കണം. നമ്മൾ അങ്ങ് ആകത്തില്ല എങ്കിലും നമുക്ക് കുറവുകളുള്ളവരാണ് എങ്കിലും എൻ്റെ യേശുപ്പ എന്ത് ചെയ്തോ അതാകാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ അടുത്തിരുന്ന് ആരാധിക്കുന്നവര് 10,000 രൂപയുടെ സാരി ഉടുത്തോണ്ട് വന്നാൽ ഞാനും പോയി 10,000 ഉടുക്കും. അവർ 2 കാറുണ്ടെങ്കിൽ ഞാൻ 3ാമത്തെ വേണ്ട. മത്സരത്തിന്റെ ആത്മാവിനെ വിട്ടിട്ട് ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കറുത്ത പുസ്തകം എടുത്തവരാരും ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ആരെങ്കിലും പട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുസരണക്കേടിന്റെ അതുകൊണ്ട് അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാ. നമ്മൾ തന്നെയാ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. നമ്മുടെ അനുസരണക്കേടാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. ദൈവമക്കളെ, നമ്മൾ അതെല്ലാം മാറ്റി ഈ സൂം മീറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആന്റി പല വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോ നമ്മൾ കൂടെ പ്രാർത്ഥിക്കണം. ആമേൻ പറഞ്ഞ് ഇരിക്കരുത്, ഉറങ്ങിയിരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ വേറെ വേല ചെയ്തുകൊണ്ട് ഇരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾ വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കി ഹല്ലേലൂയ പ്രാർത്ഥന ദൈവവചനവുമായി ഇതിനകത്ത് പല അഭിഷിക്തന്മാരും കടന്നു വരുമ്പോൾ ആ ദൈവവചനം കേട്ടിട്ട് നമ്മൾ ഹല്ലേലൂയ ചതിക്കുന്നവരല്ല, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരണം. പരസ്പരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനൊരു സൂം മീറ്റിംഗിൽ കയറിയ ദൈവമക്കളെ, ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കും. അങ്ങനെ ജോൺസൺ ബ്രദറിനെ ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായത്. ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കും. ഞാൻ അവരുടെ ഓരോ ഇരിപ്പുകൾ ശ്രദ്ധിച്ചിട്ട് കർത്താവ് എന്നോട് ഓരോരുത്തരെയും വ്യക്തിപരമായി ഓരോന്ന് പറയും. ഞാൻ അത് പ്രാർത്ഥിക്കും. ഞാൻ ചുമ്മാതിരി ഇതിനകത്തും ഞാൻ ഇരുന്നപ്പം മുതൽ ഓരോ ജീവിതങ്ങളെ ഓർക്കുന്നുണ്ട്. ഗ്രേസി ആന്റിക്ക് അതറിയാം. ഞാൻ ഇതിനകത്ത് കേറിയില്ലെങ്കിലും കൃത്യം 9 മണിയാവുമ്പോ ഞാൻ ഗ്രേസി ആന്റിയുടെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഏത് മീറ്റിങ്ങിൽ ഇരുന്നാലും പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ ആന്റിയുടെ മീറ്റിംഗ് തുടങ്ങുവാണല്ലോ, അതിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ഞാൻ എല്ലാ സൂം മീറ്റിങ്ങിലും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ഈ ദൈവ നിയോഗത്തോടെ നടത്തുന്ന സൂം മീറ്റിങ്ങിനെ മാത്രമേ ഞാൻ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പലരും ഇപ്പൊ ഗ്രേസി ആന്റി നടത്തുന്നുണ്ട്, ഞാനും അങ്ങ് സൂം മീറ്റിംഗ് നടത്തുവാന്നും പറഞ്ഞ് നടത്തുന്നതല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പല സൂം മീറ്റിങ്ങിൽ ഓടി പോകുന്നതല്ല. നമ്മൾ ഇരിക്കുന്ന മീറ്റിങ്ങില് നമ്മൾ അറ്റൻഡ് ചെയ്ത് ദിവസം പ്രതി അതിനകത്ത് ഇരുന്ന് അതിനകത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ, നിനക്കൊന്നും അറിയണ്ട, നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പരിശുദ്ധാത്മാവ് നിന്റെ നാവിൽ തരും. ഞങ്ങൾ ആരും പഠിച്ചതല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നാവിൽ തന്നതാ, നിറച്ചു തന്നതാ. കർത്താവിന്റെ സന്നിധിയിൽ താണിരുന്നപ്പോൾ കണ്ണുനീരോടെ വിതച്ചപ്പോൾ ഞങ്ങൾക്ക് നിറച്ചു തന്ന, ഞങ്ങൾ ആരും ഒന്നും കൊടുത്തു വാങ്ങിയതല്ല, ഞങ്ങൾ ഒരു ബൈബിൾ കോളേജിൽ പോയതല്ല. ഹല്ലേലൂയ. ഞാൻ ഈ കറുത്ത പുസ്തകം ഞാൻ ഇറങ്ങിയ സമയത്ത് 12 വർഷമായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഇന്ന് പാട്ട് പാടിയത് എന്റെ പൈതലായി എന്നെ ഇത്രമേലാക്കിയത്. അവളെ ഒരിക്കലും ഹല്ലേലൂയ കിട്ടത്തില്ല എന്ന് അവളെ ഹല്ലേലൂയ ഒരിക്കലും അമ്മ അല്ലെങ്കിൽ കുഞ്ഞെന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു യേശുവിനെ ആരാധിക്കാൻ, യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് പണ്ടേ യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജാതിയിൽ ഇരിക്കുമ്പോഴും അമ്പലത്തിൽ പോവുക, എന്റെ കുഞ്ഞുങ്ങൾ ചന്ദനം തൊടുക, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞങ്ങളുടെ അടുത്ത് IPC ചർച്ച ഞായറാഴ്ച തമ്പയർ അടിച്ച് പാടുമ്പോൾ ഞാൻ ആ പാട്ടിൽ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാട്ടിലാ ദൈവ സാന്നിധ്യം ഞാൻ അറിയുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് യേശുവിനോടാ കൂടുതൽ ഇഷ്ടം. എന്നെ കൊച്ചിലെ കാണത്തില്ല. ഞാൻ എന്തോ കൺവെൻഷൻ സ്ഥലത്ത് ഞങ്ങളുടെ അടുത്തെല്ലാം ക്രിസ്ത്യൻസാ, അമ്മച്ചിമാര് പോകുന്നിടത്ത് ഞാനങ്ങ് പോയി. ചിലപ്പോ വീട്ടിലിട്ട ഡ്രസ്സ് വിട്ടുണ്ടാ പോകുന്നത്, എന്നെ കാണത്തില്ല, തിരക്കി വരും. എനിക്ക് വയസ്സൊന്ന് 10 12 ഉള്ളൂ. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ദൈവം എന്നെ കണ്ടു. എന്നാൽ ഈ മോള് ജനിക്കുമ്പോൾ എന്നോട് ദൈവം എന്നെ അന്ന് ദൈവത്തിന് വേണമായിരുന്നു. ജനിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഈ മോളെ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒന്നുകിൽ അമ്മ അല്ല കുഞ്ഞ്. ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് പറഞ്ഞു യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ യേശുവിനെ വിളിച്ചു. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചാൽ എനിക്ക് ഒന്നിനും മുട്ടില്ലെന്ന് അന്നും ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് പറയും. കാരണം ദൈവവചനമാണ് ഞായറാഴ്ച ദിവസം കേൾക്കുന്നത്, പള്ളിയിലെ ആരാധന കേൾക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ നിയമം അന്ന് ഞാൻ കൺവെൻഷന് പോകുമ്പോൾ എനിക്കൊരു പുതിയ നിയമം കൊച്ചിലെ തരും, അടുക്കി വെച്ചേക്കും പുതിയ നിയമം കൊണ്ടുവന്ന്. ആരെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കൾ വരുമ്പോൾ എടുത്ത് അതിന്റെ പുറത്ത് തുണി എടുത്തിടും കാണാതിരിക്കാൻ. അന്ന് ഞാൻ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും, എന്റെ യേശുപ്പ എന്നെ അതുകൊണ്ടാണ് ഇത്രയും സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ അങ്ങനെ കഴിഞ്ഞ 5ാമത്തെ ദിവസം നിങ്ങളോട് പറയട്ടെ, ഈ മോളുടെ ഒപ്പം തന്നെ 2 മുഴ ഉണ്ടായിരുന്നു. ക്യാൻസറിന്റെ ആണോന്നറിയാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച യേശുവെന്നാണല്ലോ, 2 അക്ഷരം എന്റെ മേലുണ്ടല്ലോ. അന്ന് എനിക്ക് ബൈബിൾ ഒന്നും വായിക്കാൻ അറിയത്തില്ല, എന്നെ സഹായിക്കും. എന്നോട് ആ ആന്റി പറഞ്ഞു പ്രാർത്ഥിക്കാൻ, എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, 3ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി പോന്നെ. ഇന്ന് വരെ എന്റെ കുഞ്ഞിന് ഒരു പനി
പോലും വന്നില്ല. ഞങ്ങൾക്ക് രണ്ടിനും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. 12ാമത്തെ വയസ്സിൽ അവള് ഞങ്ങൾ കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സ്നാനം അവിടെ മേൽ നിറഞ്ഞു. അവളാണ് എന്നെ ഇത്രത്തോളം ആക്കി. ഇന്ന് എന്റെ കൂടെ പാടി. ഹല്ലേലൂയ. അവളാണ് എനിക്ക് വചനം എടുത്തു തരുന്നത്. എന്നെ ഇത്രമേലാക്കിയത് എന്റെ പൈതലാണ്. വചനം അവള് ഹല്ലേലൂയ. ഈ ബൈബിളിനകത്തെ വചനം ഏത് ചോദിച്ചാലും അവൾക്ക് കാണാപ്പാടമാണ്. ദൈവ സാന്നിധ്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞാണ്. ഹല്ലേലൂയ. അവൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അത് അനുസരിക്കാതെ പോയാൽ അതെനിക്ക് ദോഷമാണ്. എന്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ളത്, എന്റെ കുടുംബത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികൾ ദൈവമക്കളെ എനിക്കല്ല നിങ്ങൾക്കും ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങനെ ജാതി എന്നിടത്ത് നിന്ദകളും പരിഹാസങ്ങളും ബെന്തക്കോസ്തിൽ ചേരാൻ പോയി. എന്റെ മൂത്ത മോള് നേഴ്സാണ്. എന്റെ ഈ മോളെ BA LLBക്ക് പഠിക്കുന്നു. കഴിഞ്ഞ വർഷം അവൾക്ക് 1 വർഷം അവള് ഇഷ്ടത്തിന് പോയി പഠിക്കാൻ പോയി. പക്ഷെ പരീക്ഷ എഴുതിച്ചില്ല. ന്യൂമോണിയ ബാധിച്ചു. ഹല്ലേലൂയ. കർത്താവ് അവളോട് ദൂത് പറഞ്ഞ് ആ അഡ്മിഷൻ തന്നെ അവൾക്ക് ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്കായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗവൺമെന്റില് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി എന്ന് പറയട്ടെ, അവൾക്ക് BA LLBക്ക് കിട്ടി. ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ദൈവമക്കളെ, എനിക്കല്ല നിങ്ങൾക്കും അത് സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. എന്റെ സാക്ഷ്യങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങൾ ഇന്ന് ഉറങ്ങത്തില്ല. അതുപോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ദൈവത്തെ ഉയർത്ത നിന്ദകളും പരിഹാസം ബെന്തക്കോസ്തിൽ ചേരാൻ പോയി 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് നശിക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം എന്നെ ഉയർത്തി ദൈവം. ഹല്ലേലൂയ. ഞങ്ങൾ 7 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ദേശത്ത് ചെന്നപ്പോ ഇത് എങ്ങനെ സംഭവിച്ചു? ബെന്തക്കോസ്തിലാണല്ലോ അങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ ആള് മാറിയവരെ പോലെ ശത്രുക്കട ഞങ്ങളെ നിന്ദിച്ചവരുടെ കണ്ണ് തെള്ളും വിധം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മേശ അവിടെ ഒരുക്കി. ഹല്ലേലൂയ. ഇന്ന് ആരും ഞങ്ങളെ നിന്ദിക്കത്തില്ല. നിങ്ങൾ എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കത്തില്ല. ഹല്ലേലൂയ. മരണത്തോടെ മല്ലടിച്ചപ്പോഴും ഹല്ലേലൂയ മനുഷ്യനെ കൊണ്ട് അസാധ്യം, ദൈവത്തെ കൊണ്ട് സാധ്യം. ദൈവമക്കളെ, ഇതിനകത്ത് ഇരിക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച്, അന്യഭാഷ കിട്ടിയവർ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്. കർമ്മേലിൽ തീയിറങ്ങിയ ഒരു അഭിഷേകം ഇന്ന് ഇതിന്റെ മേലെ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിങ്ങില് സകല പ്രതികൂലങ്ങളും മാറാൻ പോവാ. തീയുടെ അഭിഷേകം ആന്റിയുടെ മേലെ, ഈ ഹല്ലേലൂയ അഭിഷിക്തന്മാരുടെ മേലെ, ദൈവ കുടുംബങ്ങളുടെ മേലെ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ. തീയുടെ അഭിഷേകം ഇറങ്ങാൻ പോവാ. കത്തട്ടെ. പ്രതികൂലങ്ങൾ കത്തിമാറട്ടെ. ശത്രുവിന്റെ മുഖത്തെ ഞങ്ങൾ ഒടിക്കുന്നു. വീരന്മാരുടെ മധ്യത്തെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ദൈവം ഈ മീറ്റിങ്ങിന്റെ മേലെ ഇറങ്ങി വരട്ടെ. ഈ മീറ്റിങ്ങിന്റെ ലെവല് മാറട്ടെ. കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആത്മാക്കളെ കൂട്ടിവരുത്തട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. ഇത് പടർന്ന് പന്തലിച്ച് അനേക ദേശങ്ങളിലേക്ക് ഹല്ലേലൂയ ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ. ഇതിന്റെ മേൽ ഇരിക്കുന്ന അഭിഷിക്തന്മാരെല്ലാം ഇതിന്റെ ഉപ്പുതൂണായി മാറട്ടെ. ഹല്ലേലൂയ. ആത്മീയ പിതാക്കന്മാരുണ്ട്, അവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്ന സഹോദരന്മാരെ അവരുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഇന്ന് ദൈവം കെട്ടുന്നു. തലമുറയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ട ശക്തികളെ, പിശാചിന്റെ പ്രതികൂലങ്ങളെ ഞങ്ങൾ വെട്ടുന്നു. പാമ്പിന്റെ ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. തടസ്സമായി നിൽക്കുന്ന ലിവ്യാതാന്റെ തലയെ തകർത്ത ദൈവത്തിന്റെ ശക്തി ഈ ഗ്രൂപ്പിന്റെ മേൽ വ്യാപരിക്കട്ടെ. അന്യഭാഷയിൽ ആരാധിച്ചോ. തീയിറങ്ങുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ വിഷയമായിക്കോട്ടെ, വലിയ വിഷയമായിട്ട് ഇനി ഈ ഭാരം ചുമക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇറക്കി വെക്കുക. കർത്താവിന്റെ പാദത്തിൽ നിങ്ങൾ ഇറക്കി വെക്കുക. വിശ്വസ്തയോടെ നിൽക്കുക. ഹല്ലേലൂയ. നിരാശകൾ മാറിപ്പോട്ടെ. ഒതുക്കുന്ന മേഖലകൾ പൊട്ടിമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. ദൈവദാസന്മാരുടെ കുടുംബത്തിന്റെ മേൽ ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. രോഗശക്തികളെ ശാസിക്കുന്നു. രോഗം കൊണ്ടിട്ടുകൊണ്ട് നിങ്ങളെ ഒതുക്കുവാൻ നോക്കുന്ന മേഖലകൾ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗ്രേസി ആന്റി വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ജയമെടുക്കുന്നു. ഇന്ന് ജയമെടുക്കുക ആന്റി. നിങ്ങളുടെ നന്മയുടെ മേൽ ജയമെടുക്കുക. തലമുറയുടെ മേൽ ജയമെടുക്കുക ആന്റിക്ക് ഒരു 3 രാജ്യത്തിന്റെ മേൽ അധികാരം ദൈവം തരിക. 3 രാജ്യത്തിന്റെ മേൽ എഴുതി വെച്ചു. ഏതൊക്കെ രാജ്യം വേണം എഴുതി വെച്ചു. 3 രാജ്യത്തിന്റെ മേൽ. ഹല്ലേലൂയ. ആ 3 രാജ്യത്ത് ഈ കർമ്മേല് തന്നെ, ഈ പേരിൽ തന്നെ ആന്റി മിനിസ്ട്രി തുടങ്ങും. ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. ജോൺസൺ ബ്രദറെ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി കർത്താവ് എഴുന്നേറ്റിരിക്കുക. നിങ്ങൾ ഞരങ്ങി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ദൈവദാസനും ദാസിയും ഞരങ്ങി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ മേൽ കർത്താവ് സീലടിക്കുക. തല്ലിക്കൊടു പിശാച് ചുരുട്ടിക്കൂട്ടി ഒരു ബോൾ പോലെ ആ പേപ്പർ എടുത്തിട്ടേക്കുന്നു. പക്ഷെ കർത്താവ് അത് നൂത്തെടുത്തിട്ട്, കർത്താവ് നല്ല രീതിയിൽ എടുത്ത് തന്റെ അഭിഷിക്തന്റെ കുടുംബത്തിന്റെ വേണ്ടി ഹല്ലേലൂയ നിലകൊള്ളുക. എഴുന്നേറ്റോണം. ചുരുണ്ടുകൂടി ഇരിക്കാനല്ല. രോഗശക്തികളെ
ശാസിക്കുന്നു. പാരമ്പര്യത്തിന്റെ ദേശത്തിന്റെ കെട്ടുകളെ കാലുപൊക്കി ഒരു ചവിട്ടി ചവിട്ടിട്ട് പറയണം, നേരം വെളുക്കുമ്പോ രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിട്ട് രോഗശക്തിയുടെ മേലെ ദേശശക്തി നിങ്ങളുടെ മേൽ ഭരിക്കാൻ സമ്മതിക്കല്ലേ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഈ പ്രോസസ്സിങ് നടക്കും. ഇടുക്കുവാതിലൂടെ കടന്ന് വിശാല വഴിയിലേക്ക് ഇറങ്ങുക. ഹല്ലേലൂയ. മാത്യുവങ്ങളെ പ്രാർത്ഥിച്ചോ. ഏത് വിഷയം വെച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ ഞരങ്ങുന്ന വിഷയത്തിന്റെ മേലെ എനിക്കറിയത്തില്ല, നിങ്ങൾ ഓരോരുത്തരും ഞരങ്ങി പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ മേൽ ദൈവം ഇന്ന് വിടുതൽ കൊടുക്കും. വിടുതൽ നടക്കും, സംഭവിക്കും. ഈ ഗ്രൂപ്പിൽ സംഭവിക്കും. ഈ ഗ്രൂപ്പിന്റെ വിശാലത വരുക. ഹല്ലേലൂയ. സമൃദ്ധി വരുക. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഹല്ലേലൂയ മഞ്ജുഷയോട് പറയുന്നു, ദൈവത്തോടെ ചേരെ. കർത്താവിനോട് ദൈവം പ്രവർത്തിക്കുന്ന അവസ്ഥയിലല്ല. നീ പറ, ദൈവത്തോട് പറ, പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്ക. നിന്നെ ദൈവത്തിന് വേണം. ജോലിയും വേലയും ചെയ്ത് നിന്നെ ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് നിന്റെ വിഷയത്തിന്റെ മേൽ താമസം വെക്കുന്നത്. നീ ഇന്ന് വ്യവസ്ഥ ചെയ്തോ. കർത്താവെ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചെയ്തു. ഹല്ലേലൂയ. ഈ കർമ്മേലിന്റെ ഈ മീറ്റിംഗ് ഹല്ലേലൂയ 3 രാജ്യങ്ങളിലേക്ക് ഇത് പടരാൻ പോവാ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആരാണെന്ന്. അതിനുവേണ്ടി കര ഉയർത്തും. ഗ്രേസി ആന്റിക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്റെ കരവ വരുന്നത്, മനുഷ്യന്റെ കരവല്ല. ഗ്രേസി ആന്റിക്ക് വേണ്ടി സപ്പോർട്ടിങ്ങിന് ദൂതന്മാർ കൂട്ടമായിട്ട് നിൽക്കുന്ന, ആന്റിയുടെ കൂടെ കാണിക്കുന്ന വാൾ ഉരുപ്പിടിച്ച ദൂതന്മാരെ ഈ കർമ്മേൽ മീറ്റിംഗിൽ നിൽക്കുന്ന ആന്റി 3 രാജ്യങ്ങളെ അവകാശം പറഞ്ഞു ചോദിച്ചു. ആന്റി അവകാശം പറയുന്നുണ്ട്. അനേക രാജ്യങ്ങളിൽ അവകാശം പറഞ്ഞു. നീ നിന്റെ കുടുംബം അവിടെ ഉയർത്തും. ക്രിസ്തുവിന് വേണ്ടി നീ ജീവിക്കുക. ഹല്ലേലൂയ. ആരയ്ക്ക് ഹല്ലേലൂയ. ഇറങ്ങിക്കോ. ഹല്ലേലൂയ. എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ആന്റിയുടെ ഈ മീറ്റിങ്ങിന് എനിക്കറിയത്തില്ല, ഇതുവരെ ഇത് പമ്മിയിരുന്നു, ഒരു ചലനമില്ലാതിരുന്നു. എന്നാൽ ഹല്ലേലൂയ ചലനമില്ലാത്ത ഒരു വണ്ടി പെതുക്കെ പോയിട്ട് സ്പീഡിൽ പോകുന്നത് പോലെ ഇന്നു മുതൽ ഇതിന് ഒരു ചലനം വെക്കാൻ പോവുക. ആന്റി ഈ ഞരക്കത്തിലൂടെ നടത്തുന്ന ഈ മീറ്റിങ്ങിന്റെ വിശാലത വരുത്താൻ പോവുക. ശത്രു പറഞ്ഞു, ഇതിവിടെ വരെ പോയാൽ മതി. ഗ്രേസി ആന്റി ഇവിടെ വരെ പോയാൽ മതി എന്ന് പറഞ്ഞു. നോ, പിശാചെ നിന്നെ തകർത്തുകൊണ്ട് അതിന്റെ മേൽ പടർന്നു കയറാനുള്ള ഒരു കൃപ ആന്റിയുടെ മേൽ പകരുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ജോൺസൺ ബ്രദറെ പ്രാർത്ഥിച്ചോ. വീണ്ടും എന്നോട് ദൈവം പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക വഴികൾ ഒരു നീരുറവ നിങ്ങൾക്ക് വേണ്ടി തുറക്കുക. ഹല്ലേലൂയ. കർമ്മേലിൽ തീ ഇറങ്ങിയതുപോലെ തീയിറക്കിയ ആ നീരുറവ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലം തുറക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഞരങ്ങുന്നുണ്ട്, കരയുന്നുണ്ട്, കർത്താവിനോട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കും. നിങ്ങൾ ഈ മീറ്റിങ്ങിലൂടെ അനുഗ്രഹം പ്രാപിച്ചില്ല. ഇന്നത്തെ ഡേറ്റ് കുറിച്ചിട്ടു നിങ്ങളുടെ അത്ഭുത മന്ത്രി വീരനാം ദൈവം ഇറങ്ങി വന്ന്, നിത്യപിതാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് നിങ്ങളെ 2 പേരെയും കരം പിടിച്ച് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയത്തിന്റെ മേൽ നിങ്ങൾ ഞരങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ആ സാമ്പത്തിക വിഷയത്തിന്റെ മേഖല ശത്രു പറഞ്ഞു, നീ ഇതുവരെ പോയ, നീ ഇറങ്ങിയാൽ എനിക്ക് നിന്റെ ഭവനത്തോ ദേശത്തോ കുടിയിരിക്കാൻ പറ്റത്തില്ല. നീ ദൈവവേല ചെയ്താൽ, നീ ദൈവവചനം ഉയർത്തിയാൽ. പക്ഷെ ഇന്നു മുതൽ നിങ്ങൾക്കൊരു പുതിയ വാതിൽ ദൈവം തുറക്കും. പുതിയ സാക്ഷ്യങ്ങൾ, പുതിയ വാതിലുകൾ. ഗ്രേസി ആന്റി ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേലെ ഒരു പുതിയ വാതിൽ തുറക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നു. ഓപ്പൺ ആകുന്ന എഫത തുറക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പേര് പറയാത്തതായാലും പറഞ്ഞതായാലും എല്ലാ കുടുംബങ്ങൾക്കും പേര് വരാനുള്ള ഒരു മഹത്വമായ മീറ്റിംഗ് ആയി മാറട്ടെ. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ ജോലിയുടെ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. തലമുറയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെയും പ്രതികൂലങ്ങളെയും ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ മേൽ ജയമെടുക്കുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് ഇതിനകത്ത് ഹല്ലേലൂയ ആരോ ഭയങ്കര ഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നിനും ഒരു മറുപടി കിട്ടിയില്ല. ഞാൻ ഇനി
ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവദാസിയെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിഷയം ദൈവം കണ്ടിട്ടുണ്ട്. ചെറിയ വിഷയത്തിലല്ല, വലിയ ഒരു അത്ഭുതമായി നീ മാറും. നീ ഞരങ്ങുന്നത് കർത്താവ് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തോട് ഒന്നുകൂടെ ചേരുക. അലക്ഷ്യമായി ഇരിക്കരുത്. മീറ്റിങ്ങിൽ ഒന്നും ദൈവമക്കളെ പ്രാപിച്ചോണം. ഒരു പേര് ഞാൻ പറയുമ്പോൾ, അല്ലെ ഒരു ശുശ്രൂഷകന്മാർ ഒരു പേര് വിളിച്ച് പറയുമ്പോൾ നീ പ്രാപിച്ചോണം. ഞാൻ ഇന്ന് ഇങ്ങനെ ആകാൻ പലരുടെയും പേര് വിളിക്കുമ്പോ ഞാൻ അത് തട്ടിയെടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അത് പ്രാപിച്ചോണം. ഉറങ്ങുന്നവരല്ല, ഉണർന്നിരുന്ന് കർത്താവിനെ ഉയർത്തണം. മയങ്ങാത്തവനെ, ഉറങ്ങാത്തവനെ ഈ നമ്മുടെ കൂടെ ഇരുന്ന ദൈവം ഉള്ളത് കൊണ്ടല്ലേ നീ ഇന്ന് ജീവിക്കുന്നത്. നീയും ജീവിക്കുന്ന ദൈവത്തിന്റെ കൂടെ മയങ്ങാതിരുന്ന് തീഷ്ണതയോടെ കർത്താവിനെ കണ്ടാൽ ദൈവം നിന്നെ മാനിക്കാതിരിക്കത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവമക്കളെ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെല്ലാം സാധാരണക്കാരാണ്. നമ്മളാരും വലിയവരല്ല. നമുക്ക് തന്നത് ദൈവമാണ്. ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാ വിഷയത്തിന് മേലും ദൈവം പ്രവർത്തിക്കും. ഞാൻ തുടർന്നും പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങളെല്ലാം ഓർമ്മയാണ്. ഞാൻ ഇടയ്ക്ക് കയറുന്നുമുണ്ട്. ശുശ്രൂഷയ്ക്ക് ഭാരപ്പെടുന്നവര് കർത്താവേ യേശുവിന്റെ നാമത്തിൽ തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്ന ഹല്ലേലൂയ വ്യവസ്ഥയിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമക്കളെ. അവസ്ഥയിലല്ല. നമ്മുടെ അവസ്ഥ അയ്യോ എനിക്ക് ഒന്നുമില്ലേ എന്താ അനുഗ്രഹിക്കാതെ? നോ, വ്യവസ്ഥയിലാണ്. നീ ഇല്ലെങ്കിലും ഉള്ളവനെ പോലെ നിന്നെ നടത്താൻ കൃപയുള്ള ദൈവമാ. എല്ലാ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് ഒരു ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. ഈ മീറ്റിംഗിന്റെ ബ്രാഞ്ചുകൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്റി ഏത് ദേശത്ത് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ദേശം തന്റെ ദൈവത്തിന്റെ ദാസി ആഗ്രഹിക്കുന്ന ദേശത്തിലേക്ക് അത് പടർന്ന് പന്തലിക്കട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺസൺ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവേല ചെയ്യുവാൻ ശക്തമായി കർത്താവ് ഉപയോഗിക്കണം. കർത്താവെ തീഷ്ണതയോടെ തന്റെ അഭിഷിക്തനെ ഓടുവാൻ ഹല്ലേലൂയ അരമുറുക്കി ചെരുപ്പിട്ട് ഒരു പുറപ്പാടുണ്ടെന്ന് കർത്താവ് പറഞ്ഞല്ലോ. കർത്താവെ ദേശം പട്ടണമായി ഓടുവാൻ, അനേകർക്ക് തീയിറക്കുന്ന ആലോചനകൾ പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഈ മീറ്റിങ്ങിലൂടെ സഹായിക്കണം. തന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ, ദാസിമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവര് ഞരങ്ങുന്ന സകല വിഷയത്തിന്റെ മേലും ജയമെടുക്കണം. എന്നെ അനുഗ്രഹിച്ച ദൈവം കർത്താവെ അവരെല്ലാം ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏഴയായ അടിയങ്ങൾക്ക് അല്പസമയം ഇതിനകത്തിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന വചനത്താൽ നിറച്ചല്ലോ. കർത്താവെ ശാരീരികമായി ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു എങ്കിലും ദൈവം ഈ വചനത്തിൽ ഉറപ്പിച്ചു. ദൈവം മാനിച്ചതോർത്ത് നന്ദി പറയുന്നു. എനിക്ക് ഈ അവസരം തന്ന പ്രിയ ആന്റിയോട് ഹല്ലേലൂയ. ആന്റിയുടെ ഹല്ലേലൂയ അനേക രാജ്യങ്ങളിലെ അനേക മീറ്റിങ്ങുകളിൽ ഞാനും വചനം സംസാരിക്കും. ദൈവം ആന്റിക്ക് കൊടുത്ത ആലോചനയ്ക്കായി സ്തോത്രം. ആന്റി വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ കർത്താവെ, അതിന്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ യേശുവെ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കല്ലേ, പട്ടുപോകുവാൻ ദൈവം സമ്മതിക്കല്ലേ, ഞരങ്ങി ജീവിക്കാൻ അവരെ സമ്മതിക്കല്ലേ. കർത്താവെ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഉല്ലാസത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റണമേ അപ്പാ. ഏതെല്ലാം വിഷയത്തിലായി ഇവര് ഞരങ്ങുന്നതെന്ന് വെച്ചാ അപ്പാ അവരുടെ ഞരക്കം കണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. അടിയനെ സമർപ്പിക്കുന്നപ്പാ. ഒന്നിനും പുകഴുവാനും പ്രശസ്തിപ്പാനും കഴിവില്ല കർത്താവേ. ദൈവം തന്നതല്ലാതെ, പരിശുദ്ധാത്മാവ് നിറച്ചതല്ലാതെ ഒന്നും ദൈവജനത്തിന് കൊടുക്കാൻ അടിയൻ ഇല്ലല്ലോ കർത്താവേ. കുറവുകളൊന്നും ഞങ്ങളോട് കണക്കിടരുതേ. ഇതൊരു വലിയ മഹത്വമാക്കി തീർക്കണം. എന്റെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ഈ ആലോചന ഏഴയായ അടിയന്റെ നാവിൽ തന്ന ഈ ആലോചനകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. നിങ്ങളെല്ലാം എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കണം. ഓരോ ദിവസവും നിങ്ങൾ ഓരോ സാക്ഷ്യമായി എഴുന്നേൽക്കണം. നിങ്ങൾ നന്മ കാണണം. തിന്മ നിങ്ങൾ വിട്ടുകളഞ്ഞേരെ. പുറമോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് നിങ്ങൾ പുറമോട്ട് നോക്കരുത്. മുന്നോട്ട് തന്നെ ഓടുക. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒന്നിനും ഒരു മുട്ടില്ലാതെ നിങ്ങളെ നടത്തുന്ന യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളൊന്നും നിസ്സാരക്കാരല്ല. നിങ്ങൾ ഒരു വലിയ രാജാവിന്റെ മക്കളാണ്. നിങ്ങൾ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇല്ലായ്മയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ദൈവമക്കളെ. അതൊക്കെ അനുഭവിക്കുവാനും അല്ലെങ്കിൽ സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ കൃപ നിങ്ങൾക്ക് തരട്ടെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഓടുമ്പോൾ നമ്മൾ രാജ്യത്തിൽ വലിയൊരു മഹത്വമായി തീരും. നമ്മൾ ഈ ചെറിയ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക രാജ്യങ്ങൾ വിടുവിക്കപ്പെടുന്നുണ്ട് ദൈവമക്കളെ. നമ്മൾ ചെറിയ കുറച്ച് ആൾക്കാർ മതി. എന്നാൽ ഇത് പടർന്ന് പന്തലിച്ച്
നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടു. ഇതിന്റെ ബ്രാഞ്ച് 3 സ്ഥലങ്ങളിൽ വരും. അവിടെയൊക്കെ ജോൺസൺ ബ്രദർ തയ്യാറെടുത്തു. അവിടെയൊക്കെ പോയി സുവിശേഷ വേല ചെയ്യുവാനും വചനം പറയുവാനും ഹല്ലേലൂയ ഓടുവാനും രഥത്തിന്റെ പുറകെ ഓടുവാനും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒത്തിരി ഹല്ലേലൂയ സന്തോഷമുള്ള നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിപ്പാനും മീറ്റിങ്ങിൽ പങ്കുകൊള്ളുമ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാൻ അതിരാവിലെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ ജോൺസൺ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ അഭിഷേകത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന്. ഹല്ലേലൂയ എന്നെ അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ആയത്. എനിക്ക് ഫുൾ സപ്പോർട്ട് എൻ്റെ സഹോദരങ്ങളും ദൈവമക്കളും ദൈവജനങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഞാൻ ഭൂലോകമൊക്കെയും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ ഓൾ ഇന്ത്യ മിനിസ്ട്രി മുഴുവനും എൻ്റെ വചനത്തെ എനിക്ക് ഹല്ലേലൂയ ബുദ്ധിയിൽ ഒന്നും പറയാൻ അറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ അല്ലാത്ത ഒന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ശുശ്രൂഷ ഒരു വ്യത്യസ്ത ശുശ്രൂഷയാണ്. ഞാൻ സ്നേഹത്തോടാ ശുശ്രൂഷിക്കുന്നത്. കാരണം എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെന്നും എൻ്റെ മാതാപിതാക്കളെന്നും എന്ന് വിചാരിച്ച അവരന്യവരെന്ന് വിചാരിച്ചല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ ഗ്രേസി ആന്റിയെ ഞാൻ ഈ അടുത്ത സമയത്താ കണ്ടത്. എങ്കിലും എൻ്റെ ഒരു കൂട്ടു സഹോദരി ഞാൻ ഒറ്റൊരു മോളേ ഉള്ളൂ. എങ്കിലും എനിക്കില്ലാതെ പോയി എൻ്റെ ഒരു സഹോദരിയായിട്ട് ആ ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും അടുത്തത്. കാരണം ആത്മാവുള്ളവർക്ക് കീഴ്പ്പെടും. ഹല്ലേലൂയ ദൈവസ്നേഹത്താൽ നമ്മളെ നിറയ്ക്കട്ടെ. എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്ന്നിരിക്കുന്ന അല്പസമയം കൂടിപ്പോയെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോയിടം വരെ കൊണ്ടുപോയി. പ്രാർത്ഥിക്കണം ജോൺസൺ ബ്രദറെ. ഈ ദിവസങ്ങളിൽ നന്മ കാണാൻ പോവുക. പ്രാർത്ഥിച്ചോണം. സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആന്റിയോട് പറയുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ആമേൻ. സുശീല താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, പട്ടണങ്ങളെ കൈവശമാക്കും. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സിസ്റ്റർ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തരുന്ന സപ്പോർട്ടിന് ദൈവം ഇരട്ടി പ്രതിഫലം നൽകി മാനിക്കട്ടെ. ജോൺസൺ ബ്രദറെ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തേരെ. ഇത്രത്തോളം വചന അനുഗ്രഹമായി ശുശ്രൂഷിച്ച് എല്ലാവർക്കും സന്തോഷവും സമാധാനവും പകർന്ന് സിസ്റ്റർ ഞങ്ങൾ മാനിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇനി അധികമായി ഈ ഗ്രൂപ്പിൽ വന്ന് അനേകർക്ക് ആശ്വാസം പകരണമെന്ന് ഞങ്ങൾ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഇനി അതിന് ലാസ്റ്റ് ഗ്രേസി സിസ്റ്റർ ആരാ അതിന്റെ സമാപനം? സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ സ്വർഗ്ഗീയ രാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ കർത്താവ് പ്രകാരം കർത്താവെ കർമ്മയിലെ പ്രയർ മീറ്റിംഗിന്റെ കർത്താവെ ആമസ്വമി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം കേൾപ്പാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും ഒക്കെയും കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ ഹാലലി ഒരുമിച്ച് അനുഗ്രഹിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടി കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലീഡ് ചെയ്ത കർത്താവെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ ദൈവകൃപയിൽ. ഇനിയും വർദ്ധിച്ചു വരാൻ കർത്താവ് കുടുംബത്തെ സഹായിക്കണം. വചനം സംസാരിച്ച പ്രിയ വിശുദ്ധദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, അത്ഭുതമാക്കി തീർക്കുമാറാകണമേ. ഈ മീറ്റിങ്ങിനെ കർത്താവ് ഇന്ന് ലീഡ് ചെയ്ത കർത്താവ് പ്രിയ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, കുടുംബത്തെ മാനിക്കണം, അനുഗ്രഹിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. സങ്കീർത്തനങ്ങളെ വായിച്ച് അമ്മയെ പ്രബോധിപ്പിച്ച പ്രിയ ദാസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വിഷയങ്ങൾക്ക് മേലെല്ലാം കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കുടുംബങ്ങളിൽ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ശക്തമായി വെളിപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്നതിൽ നല്ലവരെ ജോയിൻ ചെയ്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്ഥിരമായി ജോയിൻ ചെയ്യുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളെ സാഹചര്യങ്ങളെല്ലാം ദൈവം വ്യത്യാസം വരുത്തേണ്ടത്, പുതുക്കം വരുത്തേണ്ടത്, നവീകരണത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധനാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതമായി തീരണം പ്രാർത്ഥിച്ചു. ദൈവകൃപയെ വർദ്ധിച്ചുവരെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാക്കണം പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കർത്താവിന്റെ കൃപ വെളിപ്പെട്ടുള്ള എല്ലാവരും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചല്ലോ കർത്താവെ. ഹാലലി കർത്താവ് നാളെ കർത്താവ് കൂടി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമ പിന്നെ സഹായിക്കണം പ്രാർത്ഥിത്തോളം വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി കർത്താവെ. അത്ഭുതമാക്കി തീർക്കണമേ. കേൾപ്പിച്ച വചനത്തിനായി കേൾപ്പിച്ച ദൈവാലോചനകൾക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രകാരം ദൈവത്തിന്റെ ഹിതം വെളിപ്പെടട്ടെ. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുകയും ഒരുക്കുകയും ചെയ്യുവാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നല്ലോ, പിരിയാത്ത സ്ഥാനത്തിന് മറയ്ക്കുമറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിനെ കർത്താവത്തോളം മുന്നോട്ട് നയിക്കുവാൻ കർത്താവിന്റെ
പിന്നിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ നേതൃത്വത്തിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന കേസിസ്റ്റായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേ സ്തോത്രം എല്ലാ വിശുദ്ധമേല ദൈവത്തിന്റെ ആമേ കരം ചലിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോ ഈ മീറ്റിംഗുമായി സഹകരിച്ചിരിക്കുന്ന എല്ലാ ആമേ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതായി നന്ദി. ആമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടാൻ പ്രാർത്ഥിച്ച സകല വിശുദ്ധത്തോടും ആമെ കേൾപ്പിച്ച വ്യക്തിയോടും ആ വചനം സംസാരിച്ച വ്യക്തിയോടും ആമെ കേൾപ്പിച്ച വ്യക്തിയോടും പൂർവ്വോത്തര സകല വിശുദ്ധന്മാരോടും ഇന്നും ഈ കർത്താവിന്റെ രണ്ടാം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മൂലം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. God bless you. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ് ആൾ. നാളെ കാണുന്നവരെയും കർത്താവ് എല്ലാവരെയും ചിറകടി സൂക്ഷിക്കട്ടെ, മറക്കട്ടെ. ശുഭരാത്രി, ശുഭനിദ്ര. ആമേൻ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. വെൽക്കം.